നമസ്കാരം, പീപ്പിൾ വോയിസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിലാണ്. LDF വേണ്ടി എം സ്വരാജും UDF വേണ്ടി ആര്യാടൻ ഷൗക്കത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറും NDA വേണ്ടി മോഹൻ ജോർജും SDPI വേണ്ടി അഡ്വക്കേറ്റ് സാദിഖും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും വിജയലക്ഷ്യം? പീപ്പിൾ വോയിസ് കേരള സർവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സർവേയിൽ പങ്കെടുക്കുന്നത് 600 പേരാണ്. കനത്ത പോരാട്ടമാണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 600 പേരെ നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചത്. ഇനി അവരുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. ആരാണ് ജയിക്കേണ്ടത്? താങ്കളെ കാഴ്ചപ്പാട് ജയിക്കേണ്ടവനല്ല ഇവിടെ ജയിക്കുക. ആരാണ് ജയിക്കേണ്ടത്? ജയിക്കേണ്ടവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ശക്തമായിട്ടുള്ള പ്രശ്നം SDPI ആണ്. SDPI അവർ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വെച്ചാല് ഇപ്പൊ മുൻതൂക്കം നിൽക്കുന്നത് ജോർജ് തോമസിനാണ്. ജോർജ് തോമസ് BJP. സ്വരാജ് ജയിക്കും. എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയുന്നത്? സ്വരാജ് നല്ല നേതാവ്. ആര് ജയിക്കുന്നു യാതൊരു സംശയമില്ല. ബാപ്പുട്ടി ജയിച്ചു. ബാപ്പുട്ടി, അതായത് ആര്യാടൻ ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് കൂടുതൽ തുറന്നു പറയാൻ എനിക്ക് പറ്റൂല. സ്വരാജ് ജയിക്കും. സ്വരാജ്യം വരണം. അപ്പോ സ്വരാജ്യം ഇല്ല ഇവിടെ? ഉണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ ശക്തിപ്പെടണം. ഇനി എങ്ങോട്ടാ ശക്തിപ്പെടേണ്ടത്? അത് കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിലേക്ക്. ഇവിടെ ആരാണ് ബാപ്പുട്ടി ജയിക്കും. ബാപ്പുട്ടി എന്തുകൊണ്ടാ ജയിക്കും? ബാപ്പുട്ടി ജയിക്കും. ഉറപ്പാണ്. ബാപ്പുട്ടി എന്തുകൊണ്ടാ ബാപ്പുട്ടി ജയിക്കുന്നത്? അപ്പുട്ടിയാണ് നിലമ്പൂരിലാണ് എപ്പോഴും ചെന്നാലും പ്രതീക്ഷിക്കുന്നത് കാണാം. സ്വരാജ് എന്തുകൊണ്ടാ സ്വരാജ് ജയിക്കുന്നത്? അത് നല്ലൊരു വ്യക്തിത്വ നേതാവാണ്. ജയിക്കും. ഇവിടെ LDF ഉറപ്പാണ്. ഇവിടെ സ്വരാജ് ജയിക്കും. സ്വരാജിന്റെ കോട്ടയാണോ? അതെ, കോട്ടയം തന്നെയാണ്. ഇവിടെ സ്വരാജ് തന്നെ ജയിക്കുള്ളൂ. ഒരു കാഴ്ചപ്പാടും ഇല്ല. നിങ്ങൾക്ക് ആരാണെന്ന് പറയാൻ ശക്തിയാണ്. എന്തുകൊണ്ട് ആര് ജയിക്കും എന്ന് പറയാൻ കഴിയുമോ? ഒന്നും പറയാൻ പറ്റൂല. എന്തുകൊണ്ടാ ഒന്നും പറയാൻ പറ്റാത്ത? അങ്ങനെയാണോ സാഹചര്യം? അങ്ങനത്തെ സാഹചര്യമാണ്. സ്വരാജ് ജയിക്കും. എന്തുകൊണ്ടാ സ്വരാജ് ജയിക്കും എന്ന് പറയുന്നത്? അതാണ് നമുക്ക് എല്ലാം കൊണ്ടും വേണ്ടപ്പെട്ടൊരു നേതാവ്. സ്വരാജ് എന്തുകൊണ്ടാ സ്വരാജ് ജയിക്കും എന്ന് പറയുന്നത്? നാടിന് എല്ലാ വികസനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ആര് ജയിക്കുന്നുള്ള നിലമ്പൂർ മണ്ഡലത്തിലെ സൗകര്യം ജയിക്കുന്നുള്ള അൻവർ. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയുന്നത്? അൻവർ കുഴപ്പമില്ലാത്ത സ്ഥാനാർത്ഥിയാണ്. കുഴപ്പമില്ലാത്ത സ്ഥാനാർത്ഥി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം നല്ല വികസനം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ശക്തമായ മത്സരമാണ്. ഒന്നും പറയാനായിട്ടില്ല. കാഴ്ചപ്പാടിൽ ആര് ജയിക്കും? ഒന്നും പറയാനായിട്ടില്ല. കാരണം ശക്തമായ മത്സരമാണ്. മൂന്നാളും കട്ടക്ക് കട്ടയാണ്. അതുകൊണ്ട് ആര് ജയിച്ചൊന്നില്ല 23-ാം തീയതി പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് പറയാൻ കഴിയില്ല. ഇവിടെ UDF. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? UDF ഇവിടെ നിലമ്പൂരിൽ അറിയപ്പെടുന്ന ഒരാളാണ് ബാപ്പുട്ടിയാക. നമുക്കിപ്പം പ്രവചിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാ പ്രവചിക്കാൻ പറ്റാത്തത്? പ്രവചിക്കാൻ പറ്റാത്തത് ഇവിടെ ആ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് നടക്കുന്ന മത്സരം. ആര് ജയിക്കുന്ന ചിലപ്പോ PV അൻവർ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ചില അയാൾ ഇവിടുത്തെ ഒരു നായകനാണ്. ജനങ്ങൾക്ക് മുഴുവൻ ഷൗക്കത്താ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ഷൗക്കത്ത് നിലമ്പൂരാനല്ലേ? നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ആര് ജയിക്കും? ആര്യാടൻ ഷൗക്കത്ത്. ഉറപ്പാണോ? ആര്യാടൻ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? പുള്ളിക്കാണ് ഇപ്പൊ ഭൂരിപക്ഷം. എന്താ നമുക്ക് അഭിപ്രായം എന്തുകൊണ്ടാ അറിയില്ല. സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ടാ? സ്വരാജിനെ പോലെ നല്ല നേതാവ് ഇപ്പൊ നിലമ്പൂർ ഇതുവരെ കിട്ടിയില്ല. ഉറപ്പാ. ആര് ജയിക്കൊന്നും പറയാൻ പറ്റൂല. എന്താ അങ്ങനെ പറയാൻ പറ്റാത്ത? അങ്ങനെ അവസ്ഥയാണോ? എല്ലാവർക്കും ഒരേ ഇത് നല്ല സ്പിരിറ്റിലാണ്. പ്രവചിക്കാൻ പറ്റൂല. ഇല്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ആരാ? ഷൗക്കത്ത് ജയിക്കായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഷൗക്കത്തിന് കൂടുതൽ വോട്ട് കിട്ടുന്ന ഞാൻ വിചാരിക്കണേ. ആര് ജയിക്കും? സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? പിന്നെ ബാപ്പുട്ടി ജയിക്കും. ബാപ്പുട്ടി ഉറപ്പാണോ? ഓക്കെ. സ്വരാജ് അല്ലേ? സ്വരാജോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? സ്വരാജിനാണ് അങ്ങനെ മിക്കവാറും ആര്യാടനാണ്. ഉറപ്പാണോ? എന്തുകൊണ്ട് അങ്ങനെ? 2ാം സ്ഥാനം അനുഭവം അവിടെ അത് സംശയമാണ്. മൂന്നാളും നല്ല സ്ട്രോങ് ആണ്. ആണോ? എന്തുകൊണ്ടാ 3 ആൾ സ്ട്രോങ് എന്ന് പറയുന്നത്? അത് ഈ ഒന്ന് നമ്മളെ സുരാജ് അല്ലേ? ഓന് വലിയ കുഴപ്പമില്ലാത്ത നേതാവാണ്. പിന്നെ ചോക്കത്തിന് നാടാണ് PV അൻവർ നല്ല സ്ട്രോങ് ആണ്. കൺഫ്യൂഷൻ ആണ്. നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ നല്ലോണം ഇരിക്കുന്നുണ്ട്. മൂന്നാമതൊരു മുന്നണി ഇത് കയറി വരണമെന്നില്ല എന്നാണ്. PVക്കാണോ? PVക്കോ SDPI കയറി വരുന്നില്ലാണ്. ഇവിടെ ഇപ്പൊ ഇടതും വലതുമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഓലാണല്ലോ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിലൊരു ചേഞ്ച് വരണം. അതുകൊണ്ട് പ്രത്യേകിച്ച് നാടിന് ആര് ജയിക്കണം? നമ്മൾ ആഗ്രഹം SDPI ജയിക്കണം. കാരണം ഇന്നലെ അൻവറിന്റെ ഒക്കെ റോഡ് ഷോ കണ്ടാല് ഏകദേശം അതിനോട് ഒരു ഉറപ്പിക്കുന്ന രീതിയിലുള്ള പോലെയാണ്. അത്രയും ആൾക്കാരാണ്. അൻവറോട് ജയിച്ചു വരേണ്ടതുണ്ടോ? 9 തീർച്ചയായിട്ടും. എന്തുകൊണ്ടാ ജയിച്ചു വരേണ്ടതുണ്ട്? വികസനം കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ആര് ജയിക്കും? ഷൗക്കത്ത് ജയിക്കും. ഇപ്പൊ എന്താ പോലെ അഭിപ്രായം എന്താ പറയാനല്ലേ? എന്തുകൊണ്ടാ അഭിപ്രായം പറയാലോ? ഇവിടെ സ്വരാജിന് ആരാ അറിയാ?
അയാൾ ഇവിടെ ഒരു പരിപാടി കൂടി നമ്മളാരും കണ്ടിട്ടില്ല. ആര്യാടൻ ഷൗക്കത്ത്. എന്തുകൊണ്ടാ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഈ പിന്നെ സർക്കാരിന്റെ ജനവിരോധം കട്ടക്ക് കട്ടയാണ് പറയാൻ പറ്റില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എല്ലാവരും ഒരേ മാതിരിയാണ്. നല്ല സ്ഥാനാർത്ഥികളാണ്. തീർച്ചയായിട്ടും സ്വരാജ്. എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയുന്നത്? സ്വരാജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 3 സ്ഥാനാർത്ഥികൾ 4-5 സ്ഥാനാർത്ഥികൾ നിൽക്കണതിൽ ഏറ്റവും ഗഡ്സിൽ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് UDF ആണ് തോന്നുന്നത്. ആണോ? എന്തുകൊണ്ടാ UDF തോന്നുവാണ്? അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക്. ഷൗക്കത്ത് കടുത്ത മത്സരമാണ്, ആരാന്ന് പറയാൻ വയ്യ. കാരണം അത്രയും കട്ടൻഡർ മത്സരമാണ് സ്വരാജ്. എന്തുകൊണ്ടാ സ്വരാജ് പറയണേ? നല്ല ഒരു മനുഷ്യനാണ്. ഇവിടെ സ്വരാജ് ജയിക്കും. ഉറപ്പാണ്. 100% സ്വരാജ് ആണ്. നിലപാട് ഏറ്റവും എല്ലാം കൊണ്ടും ഷൗക്കത്ത്. എന്തുകൊണ്ടാ ഷൗക്കത്തിന്റെ പേര് പറയണേ? ആര്യാട് ഷൗക്കത്ത്. ഷൗക്കത്ത്. എന്തുകൊണ്ടാ ഷൗക്കത്തിന്റെ പേര് പറയണേ? എന്താ ഷൗക്കത്തിന്റെ പേര് പറയണേ? എന്താ വെച്ചാൽ നല്ല ആളായതുകൊണ്ട് NDA BJP. എന്തുകൊണ്ടാ? വികസനത്തിന് സ്വരാജ് ജയിക്കുമല്ല എന്താ ഉറപ്പാണോ? ഉറപ്പിച്ചോ? ഷൗക്കത്താ ഉറപ്പാണോ? 2-3 സാധ്യതയുണ്ട്. സ്വരാജിനെ കുറച്ചുകൂടി ലീഡ് ആണ്. ഇപ്പൊ ആര് ജയിക്കുന്നു എങ്ങനെ പറയാന്? അത് പറയാൻ പറ്റൂല. അത്രയും ടൈറ്റ് ആണോ? ഇവിടെ 2 വീട്ടിലാണ് ഇവിടെ അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. ആരാ ജയിക്കുക? അതിന്റെ ഒരു ഗ്യാപ്പുണ്ട്. സ്വരാജിന് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഷൗക്കത്തിന് ഗ്യാപ്പ് ഉണ്ടോ? അതും നമ്മളെ നാട്ടുകാരനാണ്. ഷൗക്കത്തിന് ഗ്യാപ്പ് ഉണ്ടോ? ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പൊ ആര് ജയിക്കും? കൺഫ്യൂഷൻ ആണോ? കൺഫ്യൂഷനാണ്. ഇവിടെ അങ്ങനെ പറയാൻ കഴിയില്ല. എന്താ കഴിയാത്തെ? അങ്ങനെ പറയാൻ കഴിയില്ല, കാരണം 3 ആള് നല്ല ശക്തികളാണ്. ആണ്. സ്വരാജ് ജയിക്കും. ഉറപ്പാണ്. സ്വരാജാ ഉറപ്പാണ്. ഇവിടെ അധികം വോട്ട് കിട്ടുന്നവരാ ജയിക്കും. അധികം വോട്ടിനോട് ജയിക്കും. അതല്ല ആരെ ജയിക്കാം അത് പറയാൻ പറ്റില്ല, സസ്പെൻസ് ആണ്. ഇവിടെ LDF ജയിക്കുന്ന കാരണം 45 റുപ്യ ഇവിടെ 1600 റുപ്യ ആക്കിയില്ലേ. അപ്പൊ അത് ഇതിന് നന്ദി ജനങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുവോ? ആര് ജയിക്കും? നിങ്ങളുടെ കാഴ്ചപ്പാട് അറിയില്ല. എന്തുകൊണ്ടാ അങ്ങനെ? കൺഫ്യൂഷൻ ആണോ? ഇവിടുത്തെ വോട്ടറല്ലേ നിങ്ങൾ? ആണ്. ആർക്ക് ചെയ്യും? എന്തുകൊണ്ടാ പറയാൻ കഴിയുന്നില്ല? ഇല്ല, എനിക്കില്ല, ഒന്നും പറയാനില്ലാത്തോണ്ടാ. കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ അത് കൂടുതൽ വോട്ട് എടുക്കുന്ന ആൾ ജയിക്കും. അതല്ല നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കുമെന്നില്ല. അൻവർ ആരെ വോട്ടാണ് കൂടുതൽ വിളിക്കുന്നത് അവര് തോൽക്കും. UDF ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അൻവർ ഒരു 10,000 വോട്ട് പിടിക്കും. സ്വരാജിനാണ് കൂടുതൽ സാധ്യത. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? സ്വരാജാണ് ഒരു പൊതു സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥി. ഓക്കെ, അങ്ങോട്ട് നോക്കുക. വോട്ടുണ്ടോ അവിടെ? വോട്ടുണ്ടോ? ആർക്ക് ചെയ്യും? മിണ്ടൂല അല്ലേ? ആർക്ക് ചെയ്യും? ജയിക്കണ പാർട്ടിക്ക് ആണ്. ജയിക്കണ പാർട്ടി അതാരാണ്? അറിയില്ല, നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയാം. അങ്ങനത്തെ സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ഇലക്ഷൻ കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ അവസ്ഥയാണോ? അതെ ഒക്കെ കട്ടക്ക് കട്ടയാണ്. ആര്യാടൻ ഉറപ്പാണോ? എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഉറപ്പാ. ഇപ്പോ ഒരു 5000-നും 10,000-നും ഇടക്ക് PV അൻവർ ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ടുള്ളത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളത് PV അൻവർ മാത്രമേ ഉള്ളൂ. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. 100% ഈ നാടിനുവേണ്ടി നിലമ്പൂരിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അനുവർ തന്നെ ചെയ്തിട്ടുള്ളൂ ഇവിടെ. ഓക്കെ, രണ്ടും കട്ടക്കാട്ടാണ്. ആണ്. അതുകൊണ്ട് ആര് ജയിക്കും? ജയിക്കും. ഷൗക്കത്ത് ജയിക്കുന്നതാണ് സാധ്യത. പിന്നെ അതന്നെ ഷൗക്കത്തോ? എന്തുകൊണ്ടാ ഷൗക്കത്തിന്റെ പേര് പറയുന്നത്? ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന് നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ടൈമും ദിവസവും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയണം. ഓക്കെ, ജയിക്കുന്ന ഇവിടെ 2 കട്ടക്ക് കട്ടയാണ്. ആര് ജയിക്കും? ഒരു ഉറപ്പ് പറയാൻ പറയാ. UDF ആയിട്ട് തോന്നുന്നുണ്ട്. UDF ആയിട്ട് തോന്നുന്നത്. എന്തുകൊണ്ടാ UDF ജയിക്കുന്നു പറഞ്ഞത്? അങ്ങനെ എനിക്ക് ഇവിടുത്തെ പ്രകടനങ്ങൾ കണ്ടിട്ടേ. ഇവിടെ ആരാണ് ഷൗക്കത്തല്ലാതെ ആരവിടെ ജയിക്കണേ? ആണോ? ഉറപ്പാണോ? ഒരു സംസ്ഥാനം ഒരു 25-30 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനോ അവിടെ ജയിച്ചു. UDF ജയിക്കും. ഉറപ്പാണോ? ഷൗക്കത്ത് ജയിക്കും. എന്തുകൊണ്ടാ? നല്ല ആളാണ് ഷൗക്കത്ത്. ഉറപ്പാണോ? എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും മെച്ചുള്ളൂ. ഇവിടെ ആര്യാടൻ ബാബുട്ടി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും, യാതൊരു സംശയമല്ല. ആര് എത്ര ഷോവർ കട്ടിനും കാര്യമില്ല, ഞങ്ങൾ എന്തായാലും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതന്നെ കാഴ്ചപ്പാടായാലും മാറ്റമല്ല. ആര്യാടൻ ബാബുട്ടി ഉറപ്പാണ്. ആരും ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരാ ജയിക്കാൻ പറയാൻ പറ്റൂല. ബാബുട്ടി ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഇവിടുത്തെ വികസനം തന്നെ. ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഇവിടെ കട്ടക്കില്ല മത്സരം തന്നെയാണ്. പിന്നെ LDFന്റെ സ്വരാജും ആര്യാടൻ ബാബുട്ടിയും രണ്ടുപേരും. ആര് ജയിക്കും? ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ആണോ? ഉറപ്പാണോ? ഒരു സംശയമല്ല. എനിക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ടാ?
എല്ലാരും ഒക്കെ ശക്തിയിലല്ലേ നിക്കണേ ആരാന്ന് അറിയില്ല. സ്വരാജ് ജയിക്കും. എന്ത്? സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണല്ലോ. LDF ജയിക്കുന്നു. LDF സ്വരാജോ? എന്തുകൊണ്ടാ? സ്വരാജ് തന്നെ ജയിക്കും. സ്വരാജ് ഉറപ്പാണോ? ഉറപ്പാണ്. ഇവിടെ സ്വരാജിനാണ് സാധ്യത കാണുന്നത്. തുടക്കത്തിലൊക്കെ സൗഖ്യത്ത് ജയിക്കുന്ന എല്ലാവരും പറഞ്ഞിരുന്നത്, പക്ഷെ ഇപ്പം അൻവറോട് നിന്നപ്പോ മത്സരം കടുത്ത മത്സരമൊക്കെയാണ്. ആര് ജയിക്കുന്നത് പറയാൻ കഴിയില്ല. ഇല്ല പറയുന്നതാണ്. ആരെ ജയിക്കാൻ നമുക്ക് അറിയില്ല. അങ്ങനത്തെ അവസ്ഥയാണോ? അങ്ങനത്തെ അവസ്ഥയാണ്. രണ്ടാക്കും എല്ലാവർക്കും ജയിക്കാൻ കൊതിയുണ്ട്. നിങ്ങളുടെ വോട്ട് ആർക്കാ? എന്റെ വോട്ട് അങ്ങനെ ഇപ്പൊ ഞാൻ പറയില്ല. വോട്ടുകൾ ഒരുപാട് ചിഹ്ന ഭിന്നമായി പോകും. അങ്ങോട്ടാണ് തൂക്കം. കൺഫ്യൂഷൻ ആണ്. നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യാ? അങ്ങനെ ഇപ്പൊ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ജയിക്കേണ്ടത് അൻവറാണ്. അൻവർ നമുക്ക് ഇഷ്ടമാണ്, ഒരു ഉഷറുള്ള ആളല്ലേ. അങ്ങനെ നടക്കട്ടെ. അൻവറിനെ എന്തുകൊണ്ട് അൻവറെ ഇഷ്ടപ്പെടാൻ കാരണം? അൻവർ MLA നമുക്ക് കുറെ അനക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ രണ്ട് സ്ഥാനാർത്ഥിയും സ്വരാജും സൗഖ്യത്തും ഒപ്പത്തിനൊപ്പമാണ്. ഈ ഇലക്ഷന്റെ അന്നത്തെ പോളിംഗ് ശതമാനം അറിഞ്ഞ ശേഷം വ്യക്തമായിട്ട് പറയാൻ കഴിയുള്ളൂ. അൻവർ ജയിക്കും. അൻവറോ? എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയാം? നല്ല പ്രവർത്തനം. ടൈറ്റ് മത്സരമാണ് ഇവിടെ. ഇപ്പോഴത്തെ കണ്ടീഷൻ സ്ത്രീകളെ വോട്ട് കൂടുതൽ കിട്ടി സ്വരാജ് ജയിക്കാനാണ് ചാൻസ്. ഷൗക്കത്ത് എന്തുകൊണ്ടാ ഷൗക്കത്ത് ജയിക്കുന്നു പറയാം? ഷൗക്കത്ത് എന്തുകൊണ്ടാ ഷൗക്കത്തിന്റെ പേര് പറയാം? സൗഖ്യത്തിന്റെ പേര് പറയണത് വെച്ചാൽ നമുക്ക് ഞങ്ങൾ ഈ പോലെ ഊട്ടി കാലിക്കറ്റ് റോഡ് UDF ഭരണകാലത്ത് അത് ആര് ജയിക്കുന്നു പറയാൻ പറ്റില്ല. നല്ല ടൈറ്റ് മത്സരമാണ്. മത്സരമായതുകൊണ്ട് പിന്നെ ഇവിടെ UDF ആരെ? ഷൗക്കത്ത് ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? അങ്ങനെ പറഞ്ഞത് ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഇതുകൊണ്ട് ആണ്. ഷൗക്കത്ത് ജയിക്കും. ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിലൂടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് അതിനുള്ള സാധ്യത? ഇടതുപക്ഷ സർക്കാരത്തിന്റെ ഹീനമായ പ്രവർത്തനം. അല്ല, ആര്യാണ് ഷൗക്കത്ത. അതുകൊണ്ട് ഇവിടെ ആര്യാണ് ഷൗക്കത്ത് അല്ലാതെ വേറെ ആരും ജയിക്കുകയില്ല. മറ്റുള്ളവർക്കൊന്നും ഇവിടെ അത്ര പരിജ്ഞാനവും ഇല്ല, ഈ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുമില്ല. സ്വരാജ് ആണ്. എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയാം? അതിനോടൊക്കെ സ്ഥാനാർത്ഥി വേറല്ലോ. ഇല്ല, സ്വരാജ് ജയിക്കും. സ്വരാജ് എന്തുകൊണ്ടാ? സ്വരാജ് ജയിക്കുന്ന അവനെ നല്ലൊരു നേതാവായതുകൊണ്ടാണ്. ജയിക്കണ കാര്യം പറയാൻ പറ്റൂല. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തെ? മത്സരം ഭയങ്കര ടൈറ്റ് ആണ്. എനിക്കൊന്നും പറയാൻ കഴിയും. എന്തുകൊണ്ടാ പറയാൻ കഴിയാത്തെ? എല്ലാരും ഒരുപോലെ തന്നെ ആണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറയാൻ പറയാൻ വയ്യ. ആര് ജയിക്കുന്നതാണ് ആര്യാട് സ്വൽക്കത്ത് ജയിക്കും. എന്തുകൊണ്ടാ ആര്യാറിന്റെ പേര് പറയണേ? എന്നുവെച്ചാൽ അയാളാണ് ഇവിടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സ്വരാജ്. സ്വരാജ് എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയണേ? ഇതിൽ കൂടെ നല്ല സ്ഥാനാർത്ഥിയാണ് ഉള്ളത്. സ്വരാജ് എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയണേ? സ്വരാജിന്റെ പേര് പറഞ്ഞാൽ സ്വരാജ് ഒരു നിലപാടിന്റെ ആളാണ്. സൗഖ്യത്ത് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. 100% ഉറപ്പാണ്. എന്തുകൊണ്ടാ? അതാണ് അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ആളാണ് സൗഖ്യത്ത്. അഡ്വക്കറ്റ് സ്വരാജ് നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഉറപ്പാണ്. ഉറപ്പാ. വോട്ട് ചെയ്യും. അതേ പക്ഷേ അത് ആർക്ക് ചെയ്യും അറിയില്ല. അറിയില്ല. അല്ല, അപ്പത് തോന്നുന്ന ആൾക്ക് ചെയ്യാം. ആണ്. ആര്യണം സൗഖ്യത്ത് ജയിക്കും. ഉറപ്പാണ്. ഉറപ്പാണ്. എന്തുകൊണ്ട് അങ്ങനെ ഉറപ്പാണ്? ഓക്കെ. സ്വരാജ് ജയിക്കും. സ്വരാജ എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയണേ? ഓരോ ആളാണ്. ചെറുപ്പക്കാരനല്ലേ. സ്വരാജ് ജയിക്കും. എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയണേ? സ്വരാജ് സമൂഹത്തിന് വേണ്ടപ്പെട്ടതാണ്. മുമ്പ് അൻവറായിരുന്നു, ഇപ്പൊ ഞാൻ പറയില്ല. ഇപ്പൊ ഒരു സ്വതന്ത്രനാണ്. പിന്നെ സ്വരാജ് തിരക്കില്ല നമ്മളെ അഭിപ്രായം. പിന്നെ സൗഖ്യത്തും തിരക്കില്ല. ആര് ജയിക്കുന്നുള്ളതാണ്? ഇവിടെ UDF ജയിക്കും. UDF. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? ഇവിടെ ഫാക്ട് ഇവന് അനുകൂലമാണ്. ഷൗക്കത്തിന് ആരും ജയിക്കാനാണ്. അൻവർ ആരാ വോട്ട് കൊടുക്കുക അതിനനുസരിച്ച് വരും. ആണ്. അപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷനിൽ നിങ്ങൾക്ക് ആര് ജയിക്കുന്നുള്ളതാണ്? മിക്കവാറും സ്വരാജിനെ ജയിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും. എന്തായാലും ആരും ഒരാൾ ജയിക്കുമല്ലോ. കാഴ്ചപ്പാടിൽ സ്വരാജ് ജയിക്കും. എന്തുകൊണ്ടാ സ്വരാജ് ജയിക്കുന്ന അൻവറും പിടിക്കുന്ന വോട്ടും ലീഗിന്റെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും കൂടി പിടിക്കുമ്പോൾ സ്വരാജ് ജയിക്കുന്നുണ്ട്. കാഴ്ചപ്പാട് എങ്ങനെ എന്താ? പിന്നെ എല്ലാവരും നമുക്ക് വേണ്ട ആൾക്കാർ ആര് ജയിക്കും? ജയിക്കാനും ഇവിടെ സൗഖ്യത്താണ് സാധ്യത. ആണോ? രണ്ടാക്കും സാധ്യത ഉണ്ട്. കാരണം അൻവർ പിടിക്കുന്ന വോട്ടുകൾക്കനുസരിച്ചാണ് ജയസാധ്യത മാറുന്നത്. കോൺഗ്രസ് ജയിക്കും. സൗഖ്യത്ത്. എന്തുകൊണ്ടാ ഷൗക്കത്തിന്റെ പേര് പറയണേ? സൗഖ്യത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ മോശമാണ് ഭരണം. കുഴപ്പമില്ല. അതുകൊണ്ട് ജയിക്കും. ജയിക്കും. ഞാൻ ചോദിച്ചാൽ ആര്യാടം ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അവരുടെ പ്രവർത്തനം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം അത്രയ്ക്ക് മെച്ചമായതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആയതുകൊണ്ട് ഇവരിനി ഒന്ന് കയറി നോക്കട്ടെ, അവരും ഭരിക്കട്ടെ. ടൈറ്റ് മത്സരമാണ്. ആയിക്കോട്ടെ. ആര് ജയിക്കും? അത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ പറയണേ? അങ്ങനെ സാഹചര്യമാണ്. ആര് ജയിക്കും എന്ന് ചോദിച്ചാല് ഇവിടെ ബാബുട്ടി ജയിക്കുന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാൻ കോൺഗ്രസ് ആയിരുന്നല്ലോ, അപ്പൊ ഞാൻ എന്നോട് പറയാം. ബാബുട്ടി ജയിക്കും പറയണേ? ആര്യാടന്റെ മോനെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വികസന പ്രവർത്തനത്തിന് നല്ലപോലെ പുള്ളി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ മൂന്നാളും കട്ടക്ക് കട്ടെ. ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു മത്സരം. ആര്യാണ് സൗഖ്യത്ത്. എന്തുകൊണ്ടാ? നമ്മളെ കുഞ്ഞാക്കാന്റെ പിൻഗാമി ആയതുകൊണ്ട്. അതെ. ആര് ജയിക്കുമ്പോ മത്സരം ടൈറ്റ് ആവും. മത്സരം ടൈറ്റ് ആവും. ആര് ജയിക്കും എന്ന് പറയാൻ കഴിയും? അങ്ങനെ നോക്കിയത് മുൻതൂക്കം കാണുമ്പോ അൻവറാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്?
അല്ല ആൾക്കാരൊക്കെ മുൻതൂക്കം കണ്ട അങ്ങനെയാണ് ടൈറ്റ് മത്സരം. BJP ജയിക്കണം നമ്മൾ ആഗ്രഹം. BJP എന്തുകൊണ്ട് BJP ജയിക്കണം? BJP ജയിച്ചാൽ ഇവിടുത്തെ ഭരണങ്ങൾ കാഴ്ചക്കാൻ കഴിയുള്ളൂ. ആണല്ലേ? ഇവിടെ UDF എന്തുകൊണ്ടാണ് UDF ന്റെ പേര് പറയുന്നത്? UDF ഇവിടെ ജയിക്കുള്ളൂ. കാരണം അത്രക്ക് മോശമാണ് ഇടതുപക്ഷത്തിന്റെ ഭരണം. ഞങ്ങൾക്ക് ഷൗക്കത്ത് ജയിച്ചാൽ മതി. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അത് മറ്റേ കള്ളന്മാരാണ്. ആണ്. അൻവറാക്കനെ ജയിക്കുള്ളൂ. എന്തുകൊണ്ട് അൻവറാക്ക ജയിക്കണം എന്ന് പറയുന്നത്? അൻവറാക്ക ജയിക്കുന്നതിന് ഏറ്റവും വലിയ തെളിവ് എന്താണ്? 140 MLA-മാരും MP-മാരും നിലമ്പൂരും മണ്ഡലത്തിൽ വന്നിട്ട് ഓരോ വീടാന്തരം കയറി വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം ഭയം ഉണ്ടാവും? ഹരിയാണ ഷൗക്കത്ത് ജയിക്കുന്ന കരുതണം. എന്തുകൊണ്ട് അങ്ങനെ പറയും? അതായത് സർവ്വസമ്മതനാണ്. നമുക്കൊരു വികസനം കിട്ടണ ആരാ ജയിക്കുന്നത്? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആരാണ്? നമ്മളെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ട്. മനസ്സിലൊരു ഉദ്ദേശം ഉണ്ട്, അവർ പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. സ്വരാജ്. സ്വരാജ് എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയുന്നത്? നല്ലൊരാളാണ്. ആണ്. അതുകൊണ്ട് സ്വരാജ് ആണ് ജയിക്കുക. അതെ. ഹരിയാണ ഷൗക്കത്ത് ജയിക്കും. ആരാണ് ജയിക്കും? എന്തുകൊണ്ട് ആര്യാടിന്റെ പേര് പറയുന്നത്? അത് ഗുണമുണ്ട്, ഉപകാരമുണ്ട്. ആദ്യം തൊട്ടല്ലേ? അപ്പൊ അതുകൊണ്ട് ആർക്കാ ചെയ്യാം? നമ്മളെന്താണ് എടതാ. അപ്പൊ സ്വരാജിന്റെ ചെയ്യുള്ളൂ. സ്വരാജ് ഉറപ്പാണ്. ഉറപ്പ്. എന്താ സംശയം? ഇവിടുത്തെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൗക്കത്ത് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, അത് UDF ആണ് ഇവിടുത്തെ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ദുർഭരണത്തിനെതിരായിട്ട് അതിശക്തമായി പോരാടും. ആരാണ് വെച്ചാല് 3 കൂട്ടരും നല്ല കട്ട മത്സരമാണ്. ആയിക്കോട്ടെ, ആര് ജയിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. ആര് ജയിക്കാന് കാഴ്ചപ്പാട് പറയാൻ കഴിയുന്നില്ല. ആര് ജയിക്കും എങ്ങനെ ഞാൻ പറയാം. എന്നാലും നിങ്ങൾ ഈ മണ്ഡലത്തുകാരനല്ലേ? അതെ. അപ്പൊ ആര് ജയിക്കും? ആർക്കായിരിക്കും വോട്ട്? 2 കൂട്ടരും ആരെങ്കിലും ഒരാൾ ജയിക്കണം. ഷൗക്കത്താ? എന്തുകൊണ്ടാ ഷൗക്കത്ത് ജയിക്കും പറയണേ? എന്നാ വേണ്ട, ഞങ്ങളെ മോഹം കാണിക്കുന്നില്ല. ആര് ജയിക്കും എന്നുള്ള നമ്മളെ സൗഖ്യത്ത് നമ്മളെ സൗഖ്യത്ത്. എന്തുകൊണ്ടാ നമ്മളെ സൗഖ്യത്ത് പറയണേ? അൻവർ ശരിക്കും രാഷ്ട്രീയം പറഞ്ഞ് കളിച്ചാണ്. അതുകൊണ്ട് കുറച്ച് എന്നാലും സ്വരാജ് ആവും. സ്വരാജാണോ അൻവറാണോ ജയിക്കേണ്ടത്? സ്വരാജല്ലേ? സ്വരാജാണ്, അൻവറല്ല. UDF ഷൗക്കത്ത് ജയിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്നല്ല, ഷൗക്കത്ത് വരണം എന്നാണ് ആഗ്രഹം. ഓക്കെ, താങ്കളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കണം എന്നുള്ളതാണ്? അങ്ങനെ ജയിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു PV അൻവർ ഒന്നോടുകൂടി ഇവിടെ ഒരു അദ്ദേഹം കുറച്ച് വോട്ട് പിടിക്കും. അതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്ത? എല്ലാം ഒരേപോലെ. സ്വരാജിന് എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയുന്നത്? സ്വരാജിന് പറഞ്ഞാൽ ഓനെ നല്ലൊരു പാർട്ടി പ്രവർത്തകനാണ്. അപ്പൊ നമുക്ക് ജനങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട്. സ്വരാജിന് എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയുന്നത്? സ്വരാജാണ് എല്ലാവർക്കും ഇല്ലാത്തൊരു മനസ്സും ഒരു സന്തോഷം. എല്ലാവർക്കും ഇല്ലാത്ത മനസ്സ്? അതെന്ത് മനസ്സാ? നല്ലൊരു അറിവുള്ളൊരു മുകളിലെ മുകളുള്ള ഒരാളാണ്. അൻവർ ജയിക്കുന്ന പറയുന്നത്. അൻവർ ജയിക്കുന്ന? എന്തുകൊണ്ട് അൻവർ ജയിക്കുന്നു പറയണേ? എല്ലാരും പറയുന്നുണ്ട്. എല്ലാരും പറയുന്നുണ്ട്, നിങ്ങളും പറയണ്ട അൻവർ ജയിക്കുന്നത്. നിങ്ങളെ വോട്ട് ആർക്കാ? ഞാൻ അൻവറിന്. എന്തുകൊണ്ട് അൻവർ വോട്ട് ചെയ്യാൻ കാരണം? അങ്ങനെ തോന്നി. എന്താ അഭിപ്രായം? പൊതുവെയുള്ള അഭിപ്രായം ഇവിടെ പറയട്ടെ. നിങ്ങളുടെ അഭിപ്രായം പറയും. നമ്മളെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഇത് കണക്കനുസരിച്ച് ആര്യാടൊക്കെ തേക്കുന്നുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ ജയിക്കുന്നു പറയും? അങ്ങനെ കൂടുതൽ മുൻതൂക്കം അയാൾക്ക് കാണുന്നത്. എന്തുകൊണ്ട് ആര്യാടന്റെ പേര് പറയുന്നത്? ഞാൻ കോൺഗ്രസിന്റെ ഇവിടെ ഈ പഞ്ചായത്തും നിലമ്പൂരിനും നിയോജക മണ്ഡലത്തിലുള്ള അയാളെ വാപ്പാന്റെ നേട്ടം കൊണ്ട്. വാപ്പാന്റെ നാടാണ്, അതുകൊണ്ട് ജയിക്കും. വാപ്പാന്റെ നേട്ടം കൊണ്ട് നമ്മളെങ്ങനെ പറയുന്നത്? എന്നാലും നിങ്ങളെ ആ കാഴ്ചപ്പാടിൽ എന്താ, ആര് ജയിക്കും? നമ്മളെ കാഴ്ചപ്പാടിലോ ആരാ ജയിക്കുക? ഞങ്ങളുടെ കാഴ്ചപ്പാട് നമ്മളെ കാഴ്ചപ്പാടിൽ അത് പറയാൻ കഴിയാത്ത അവസ്ഥ ആണോ? അൻവർ 100% ജയിക്കും. എന്തുകൊണ്ട് അൻവർ 100% ജയിക്കും പറയുന്നത്? ഇന്നലത്തെ റാലി കണ്ടില്ല, അജ്ജാതി ജനങ്ങളായിരുന്നു. സ്വരാജ് ജയിക്കണം. എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയുന്നത്? സ്വരാജിന്റെ പേര് പറഞ്ഞാല് സ്വരാജാണ് നമ്മുടെ പാർട്ടിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. ഇവിടെ ഷൗക്കത്ത് വരും. ഷൗക്കത്തിന്റെ പേര് എന്തുകൊണ്ടാ പറയുന്നത്? അത് ഇവിടുത്തെ നാട്ടുകാർക്ക് ഉപകാരങ്ങളെല്ലാം ചെയ്ത് ഇവിടെ അൻവർക്ക ജയിക്കണം. എന്തുകൊണ്ട് അൻവർക്ക് ജയിക്കണം എന്ന് പറയുന്നത്? ഇവിടെ മാറി ഇടതും വലതും ഭരിച്ചു. ഇതുവരെ സാധാരണക്കാരായ ജനങ്ങളെ തിരിഞ്ഞു നോക്കാതുള്ള ഭരണം. അതിന് ആരെയാണ് ഷൗക്കത്ത് ജയിക്കണം? ഷൗക്കത്ത് എന്തുകൊണ്ടാണ് ജയിക്കണം എന്ന് പറയുന്നത്? ജയിക്കുന്ന പിന്നെ മതേതരത്വം എല്ലാം കാത്തു സൂക്ഷിക്കാനും പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആള് ഷൗക്കത്താണ്. എന്തുകൊണ്ടാണ് ഷൗക്കത്ത് ജയിക്കുന്നത് പറയുന്നത്? ഷൗക്കത്ത് പറഞ്ഞാൽ ഇവിടെ കാര്യമായിട്ട് പിന്നെ ഇടതുപക്ഷവും കോൺഗ്രസുമായിട്ടാണ് ഫൈറ്റ്. മറ്റേ വെറും ഷോ വർക്കുന്നതാണ്. സ്വരാജ് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്വരാജ് ജയിക്കണം. എന്തുകൊണ്ടാണ് സ്വരാജിന്റെ പേര് പറയുന്നത്? ഞാൻ ഇടതുപക്ഷക്കാരനായതുകൊണ്ട് തന്നെ. ഇടതുപക്ഷക്കാരനാണ് അൻവർ. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയണേ? സാധാരണക്കാരന്റെ ഇടയിൽ വന്ന് പ്രവർത്തിക്കുന്ന ഒരാളാവുകൊണ്ട് തന്റെ പദവി വരെ ഉപേക്ഷിച്ച് വന്ന ഒരാളാണ്. ആര്യാട് മുഹമ്മദിന്റെ മകൻ ആര്യാട് ഷൗക്കത്ത്. എന്തുകൊണ്ട് ആര്യാട് ഷൗക്കത്ത് ജയിക്കുന്നു പറയുന്നത്? ഇവിടെ പാരമ്പര്യമായിട്ട് കോൺഗ്രസിന്റെ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ കൈവിട്ടു പോയതാണ്. കൈവിട്ടു പോയി തിരിച്ചു പിടിക്കും. ഇവിടെ ആര്യാടൻ ഷൗക്കത്തെ ജയിക്കും. എന്തുകൊണ്ട് ആര്യാടന്റെ പേര് പറയുന്നത്? അത് ഇവിടെ പാരമ്പര്യമായിട്ട് ഇവിടെ ഇത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ്. ആരുടെ ഷൗക്കത്ത്? ആര്യാടൻ. എന്തുകൊണ്ട് ആര്യാടന്റെ പേര്? ആരുടെ ഷൗക്കത്ത് എല്ലാ വ്യക്തികളായിട്ടും വളരെ ആത്മബന്ധമുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ ഷൗക്കത്ത് ജയിക്കാനാണ് സാധ്യത കാണുന്നത്. അതിന്റെ സാധ്യത കാണുന്നത് പറയാം. സാധ്യത
മൊത്തത്തിലുള്ള സ്റ്റണ്ട് അങ്ങനെയാണ്. ജയിക്കാൻ സാധ്യത അൻവറാണ്. അൻവറാണ്. എന്തുകൊണ്ട് അൻവർ ജയിക്കുമെന്ന് പറയും? അത് അങ്ങനെയാണ്. അത് എങ്ങനെയാണ്? എന്താ വെച്ചാല് അങ്ങനെ ഒരു തീരുമാനം പറയാനായിട്ടില്ല. ആയിട്ടില്ല. കാരണം ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് എല്ലാരും തുല്യ ശക്തിയാണ്. കൺഫ്യൂഷൻ ആണ്. സ്വരാജ് എന്താ അംശം? എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയുന്നത്? സ്വരാജ് പറഞ്ഞാല് ജനങ്ങൾക്ക് ഒരു എനർജി തരുന്ന ആളാണ്. അപ്പൊ സ്വരാജ് ജയിക്കും. നമ്മളെ അഭിപ്രായത്തിൽ അൻവർ ജയിക്കുന്നതാണ്. അൻവർ. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയുന്നത്? അല്ല ഒന്നുമില്ല, ഇവിടെ 9 കൊല്ലം MLA അല്ലായിരുന്നു. ആയിരുന്നു. അതുകൊണ്ട് ജയിക്കുമോ? ജയിക്കുന്നതില്ല സാധ്യതയാണ് നമ്മൾ ആര് ജയിക്കുന്നു, ആരാ ജയിക്കേണ്ടതെന്ന്. ആരാ ജയിക്കുക? സ്വരാജ് ജയിക്കുന്നു. സ്വരാജ്. എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയുന്നത്? സ്വരാജാണ് ഇപ്പൊ രാഷ്ട്രീയമായിട്ട് നേരിടുന്നത്. സ്വരാജിനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. എന്തുകൊണ്ടാ സ്വരാജിന്റെ സാധ്യത കൂടുതലാണ്? നല്ല വ്യക്തിത്വമാണ്, നിലപാടുള്ള നേതാവാണ്. ഞാന് അൻവറിനെ അനുകൂലിക്കണം. എന്തുകൊണ്ട് അൻവറിന്? അൻവർ പോയ MLA ആണ്. പിന്നെ അൻവർ ഇവിടെ പ്രവർത്തന കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ച ആളാണ്. അറിയില്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ എങ്കിലും താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ആർക്കായിരിക്കും ഇവിടെ സാധ്യത? അങ്ങനെ പറയാൻ പറ്റൂല എനിക്ക്. കാരണം ഞാൻ അതിലൊരു ചിന്തിക്കുന്ന ആ വ്യക്തിയല്ല. ഞാനൊരു പള്ളിയിലെ പുരോഹിതനായതുകൊണ്ടേ സാധ്യത ആര്യാടൻ ഷൗക്കത്തിനെ കാണുന്നു. എന്തുകൊണ്ട് ആര്യാടന്റെ പേര് പറയുന്നത്? രണ്ട് ഷൗക്കത്തിനെ ഇവിടെ കുറെ വികസന പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ പിതാവാണ്. സ്വരാജ് ജയിക്കുന്നതാണ്. സ്വരാജ്. എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയുന്നത്? പാർട്ടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പാർട്ടി പ്രവർത്തനങ്ങൾ നല്ല നടന്നിട്ട്. PV അൻവർ ജയിക്കണം എന്നുള്ള ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ജയിക്കും. PV അൻവർ തന്നെ ജയിക്കുള്ളൂ. ജയിക്കും. ബാപ്പുട്ടി ജയിക്കും എന്നുള്ളൊരു ഇത്. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്ന ഒരു നിഗമനത്തിലാണ് ഞങ്ങൾ. ആര്യാടൻ ജയിക്കും. ആര്യാടൻ ജയിക്കും. എന്തുകൊണ്ട് ആര്യാടൻ ജയിക്കും എന്ന് പറയും? ആരോട് ജയിക്കുന്ന ഈ മണ്ഡലത്തിൽ കംപ്ലീറ്റ് ആരാടും തന്നെ അല്ലേ? ആണ്. ജയിക്കും. ആര്യാടൻ ബാപ്പുട്ടി ജയിക്കും. ബാബുട്ടി ജയിക്കും. ആര്യാടൻ ജയിക്കും. ബാപ്പുട്ടി ജയിക്കും. ബാബുട്ടി ജയിക്കും. നമുക്കൊരു ഐഡിയ ഇല്ല ആര് ജയിക്കുന്നില്ല. ഐഡിയ ഇല്ല. എന്തുകൊണ്ട് ഐഡിയ ഇല്ലാത്ത? എല്ലാവരും ഉണ്ടായതുകൊണ്ടൊരു എന്റെ സ്ഥാനാർത്ഥി സ്വരാജ് ജയിക്കണം എന്ന്. എന്തുകൊണ്ടാണ് സ്വരാജ് ജയിക്കണം എന്ന് പറയുന്നത്? കേരളം കണ്ടതിൽ ഏറ്റവും നല്ല ഒരു ആളാണ് സ്വരാജ്. ഇവിടെ ആര്യാടൻ ബാപ്പുട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ബാപ്പുട്ടി ജയിക്കും. ആര്യാടൻ ഷൗക്കത്ത്. തീർച്ചയായിട്ടും ബാപ്പുട്ടി ജയിച്ചും, സൗക്കത്ത് ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. സ്വരാജ് ജയിക്കും. സ്വരാജാണ് ജയിക്കേണ്ടത്. സ്വരാജ് വരണം നിലമ്പൂരിൽ. ജയിക്കും. സ്വരാജ്. എന്തുകൊണ്ടാണ് സ്വരാജിന്റെ പേര്? സ്വരാജ് പറഞ്ഞാൽ ഇവിടെ സർക്കാരിന്റെ ഭരണം അത്രയും മെച്ചാണ്. സ്വരാജ് ജയിക്കും. സ്വരാജ് ജയിക്കും. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് നിലപാടിലെ രാജകുമാരനാണോ പറഞ്ഞില്ല? നിലപാടിന്റെ രാജകുമാരാണ്. പിന്നെ ഇടതുപക്ഷം ചെയ്ത വികസനങ്ങളെ ജയിക്കും. സ്വരാജ്. നിങ്ങൾ പാർട്ടി പ്രവർത്തനം കഴിഞ്ഞിട്ട് വേണം. ഇവിടെ ഒന്നല്ല ഇങ്ങനെ ആര് ജയിക്കുന്ന ഞാൻ പറയും. എന്താ പറയാത്തെ? പറയാത്ത എനിക്കാര് പറയാൻ പറ്റുന്നില്ലേ? ഞങ്ങൾക്ക് ഷൗക്കത്ത് ജയിച്ചാൽ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? അത് മറ്റേ കള്ളന്മാരാണ്. ആണ്. കള്ളന്മാരാണ്. പിന്നല്ലാതെ ഒന്നും പറയാൻ ഇവിടെ നല്ല മത്സരമാണ്. ഇവിടെ ആര്യാടൻ ജയിക്കും. ഉറപ്പാണ്. ഉറപ്പാണ്. സ്വരാജ് ജയിക്കും. ഉറപ്പല്ലേ? സ്വരാജ് ഷുഗർ 100% ഒന്നും പറയാൻ. ഇവിടെ ആര് ജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടു കൂട്ടരും തുല്യതയാണ്. ആണ്. കൺഫ്യൂഷനാണ്. കൺഫ്യൂഷനാണ്. ഷൗക്കത്തേക്ക് ഉറപ്പാണ്. ഉറപ്പാ. അതെന്തുകൊണ്ടാ? അത് തന്നെ അത്രയും സ്വാധീനം ഉണ്ടോ ഇരിക്കുന്നത്. ജയിക്കുന്ന 3 കൂട്ടരും ഇവിടെ കട്ടക്കാണ്. ആരും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ പറഞ്ഞ സൗക്കത്ത് ജയിക്കുന്ന പ്രതീക്ഷ. അതെന്തുകൊണ്ടാ ഷൗക്കത്തിന്റെ പേര് പറയുന്നത്? തന്നെ അവന്റെ വാപ്പ പാരമ്പര്യമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നതാണ്. ആര്യാടൻ ജയിക്കും. ആര്യാടൻ. എന്തുകൊണ്ടാ? അവൻ നല്ല മനസ്സിലാണ്. ആണ്. ഷൗക്കത്താവും എന്നാണ് തോന്നുന്നു. അതെന്തുകൊണ്ടാ അങ്ങനെ തോന്നുന്നത്? അല്ല, ഇത് പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു. അഭിപ്രായമല്ല. ആരിലൊക്കെ ജയിക്കട്ടെ. എന്തുകൊണ്ടാ? നിങ്ങൾ വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ആർക്കെങ്കിലൊക്കെ ചെയ്യും. ആരും ചെയ്യും. സ്വരാജ്. സ്വരാജ്. എന്തുകൊണ്ടാ? സ്വരാജ് ജയിക്കും. ആണ്. സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണ്. ഇവിടെ കോൺഗ്രസ് ആണ് ജയിക്കുക. ആര്? ഷൗക്കത്ത്. ഉറപ്പാണോ? ഇവിടെ കൂടുതൽ ജയിക്കാം. LDF. സ്വരാജ്. ഉറപ്പാണോ? സ്വരാജ്. ആരാണ് ജയിക്കുക വെച്ചാൽ ഇവിടെ UDF ആണ്. ജനവിരുദ്ധ തരംഗങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരും സംസ്ഥാന ഗവൺമെന്റിന്റെ തരംഗങ്ങളുണ്ട്. അൻവർ ജയിക്കും. എന്തുകൊണ്ടാ? ധീരനാണ്. ഓൻ ധീരനാണ്. ഷൗക്കത്ത് ജയിക്കാൻ സാധ്യതയുള്ളൂ. ഉറപ്പാണോ? ഉറപ്പാണ്. സാധ്യത കൂടുതൽ. ഓക്കെ. സ്വരാജ് ജയിക്കും. സ്വരാജ് സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. ഇല്ല, അഭിപ്രായമില്ല. അതിന്റെ അഭിപ്രായമില്ല. നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എന്റെ അഭിപ്രായം പറയാൻ പറ്റില്ല. എന്താ? അറിയാത്ത. ഞാന് പാലക്കാട് ജില്ലയിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ആളാണ്. എന്നിട്ട് ഇവിടെ വോട്ടുണ്ടോ? ഇവിടെ ഓട്ടൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ മേഖല എങ്ങനെയാണെന്ന് അറിയും. സ്വരാജിന്. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണോ? ഉറപ്പന്നെയാണ്. ഉറപ്പനാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് റിസൾട്ട് ഒന്നും പറയാൻ പറ്റൂല. പറയാൻ പറ്റൂല. ജനങ്ങളെ കയ്യിലാണല്ലോ. ആണ്. ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ്. പറഞ്ഞോ. അൻവർ ജയിക്കണം താല്പര്യം. അൻവർ. എന്തുകൊണ്ട് അൻവർ ജയിക്കണം? കൂടുതൽ ഉത്തരവൊന്നുമില്ല. അതാണ് താല്പര്യമുള്ളൂ. ആ താല്പര്യം. എല്ലാരും ജയിക്കണം. എല്ലാവരും ജയിക്കണം. എങ്ങനെ എല്ലാവരും ജയിക്കണം? ജയിക്കട്ടെ.
സ്വരാജ് ജയിക്കും. ആണ് ഉറപ്പാണ്. ഉറപ്പാണ്. പറയാ എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഇഷ്ടമില്ല. ഏകദേശം ആര് ജയിക്കില്ല? എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഇഷ്ടമില്ല. ഇവിടെ ടൈറ്റ് മാച്ച് ആവും. ആണ് ആര് ജയിക്കും? ഷൗക്കത്ത് ജയിക്കും. പറയാൻ അങ്ങനെ ഇതല്ല, പറയാൻ പറ്റൂലല്ലോ ആരാ ജയിക്കണെന്ന്. ജയിക്കണവര് ജയിക്കട്ടെ. സുഖതൻ. ഉറപ്പാണ്. ഉറപ്പാണ്. എന്തുകൊണ്ട് അങ്ങനെ? അങ്ങനെ ജയിക്കും. അയാൾക്കാണ് കൂടുതൽ ആൾക്കാര്. സ്വരാജിനാണ് സാധ്യത. ആണ് ഉറപ്പാണ്. ഉറപ്പാണ്. നമുക്ക് പ്രത്യേകമൊന്നുമില്ല, രണ്ടു കൂട്ടർ ഒപ്പത്തിനൊപ്പാണ്. ഷൗക്കത്ത് ജയിക്കുന്നതാണ്. ഷൗക്കത്ത് ഉറപ്പാണ്. സ്വരാജ് ഉറപ്പാണോ? എന്റെ അഭിപ്രായത്തിൽ ഷൗക്കത്ത് എന്തുകൊണ്ടാ? ഷൗക്കത്തിനാണ് സാധ്യത കാണുന്നത്. ആണ് ഷൗക്കത്തിനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. ആണോ? ഉറപ്പാണോ? ആര് ജയിക്കുവെച്ചാൽ ആര്യാടെ ഷൗക്കത്ത് UDF ഇവിടെ 25,000 വോട്ട് ജയിക്കാം. ഷൗക്കത്ത് ജയിച്ചു. ഷൗക്കത്താ ഉറപ്പാണോ? എന്തുകൊണ്ടാ? ഇപ്പത്തെ അവസ്ഥ നോക്കിയിട്ട് ഒന്നും പറയാനില്ല. ഷൗക്കത്ത് ഷൗക്കത്താ എന്തുകൊണ്ടാ അങ്ങനെ? അത് ഷൗക്കത്താണ് ഇവിടെ ജയിക്കുള്ളൂ. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ അവരാണ് ഇപ്പോഴത്തെ വികസനത്തിന്റെ ആൾക്കാർ. ഇവിടെ PV അൻവർ ജയിക്കണം എന്നല്ലാണ്. എന്തുകൊണ്ടാ അങ്ങനെ PV അൻവറിന്റെ കാര്യം പറയണേ? ഇന്നലെ ഇവിടെ റാലി നടത്തിയപ്പോഴെ കണ്ടമാനം ആൾക്കാരെ കണ്ട PV അൻവറിനാണ്. ഇവിടെ ത്രികോണ മത്സരമാണ്. ത്രികോണ മത്സരമാണ്. ആര് ജയിക്കും? ജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള മത്സരമാണ് ഇവിടെ ഉള്ളത്. അവസ്ഥയാണോ? ഇവിടെ PV അൻവറിന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. UDF സ്ഥാനാർത്ഥി ആര്യാട് ഷൗക്കത്ത്. എന്തുകൊണ്ട് ആര്യാടന്റെ പേര് പറയണേ? ആര്യാടിന്റെ പേര് പറഞ്ഞാൽ 10-35 കൊല്ലക്കാലായിട്ട് UDF സ്വാധീനമുള്ള ഒരു മണ്ഡലമാണിത്. അൻവർ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ 9 വർഷക്കാലം ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് MLA ആയി നിന്നിട്ട് ഒരാള് ഒരാണ പൈസന്റെ അഴിമതി പറഞ്ഞിട്ടില്ല. അൻവർ എന്തുകൊണ്ടാ? സംശയമില്ല അൻവർ ജയിക്കും പറയുന്നത്. അൻവർ ജയിക്കുന്ന അൻവർ ഒരു 9 വർഷമായിട്ട് ഞങ്ങളെ കൂടെ തന്നെയാണ്. ഈ സാധാരണ ജനങ്ങളെ കൂടെയാണ് അൻവർ. സ്വരാജ് എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയുന്നത്? സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണ്. നല്ല സ്ഥാനാർത്ഥിയാണ്. ഷൗക്കത്ത് ജയിക്കുന്നു. ഷൗക്കത്ത് എന്തുകൊണ്ടാ ഷൗക്കത്തിന്റെ പേര് പറയണേ? ഷൗക്കത്ത് ഞങ്ങള് കോൺഗ്രസ്സുകാരാണ്. ആണ് അതുകൊണ്ട് ജയിക്കും. സ്വരാജ് ജയിക്കാനാണ് സാധ്യത. സ്വരാജ് ജയിക്കാനാണ് സാധ്യത. പിന്നെ വേറെന്തോ സാധ്യത ഉണ്ടല്ലോ? ഇല്ല. സ്വരാജ് എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര്? സ്വരാജ് ഒരു നല്ല ആളാണ്. ഒന്നും പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാ ഒന്നും പറയാൻ കഴിയാത്ത? അങ്ങനത്തെ ഒരു അവസ്ഥയാണോ? അങ്ങനത്തെ അവസ്ഥയാണ്. ആണ്. ഇന്ത്യ മനസ്സ് പറയുന്നത് സ്വരാജ് ജയിക്കുന്നതാണ്. എന്റെ മനസ്സ് പറയുന്നത് സ്വരാജാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? അത് നാടിന്റെ വികസനം. സ്വരാജ് ജയിക്കും. എന്താ ജയിക്കലൊരു കുറവ്? ഇല്ലല്ലോ, ഒരു കുറവില്ല. ഇല്ല. സ്വരാജ് ജയിക്കും. സൂപ്പർ. സ്വരാജ് ജയിക്കും തോന്നുന്നേ. എന്തുകൊണ്ടാ തോന്നുന്നതെന്ന് പറയണേ? എന്ന് പറഞ്ഞാല് കുറച്ച് നല്ലൊരു കാഴ്ചവെക്കുന്ന ഒരു തോന്നല്. സ്വരാജ് ജയിക്കും. സ്വരാജ് എന്തുകൊണ്ടാ സ്വരാജ് ജയിക്കും പറയുന്നത്? BJPന്റെ ആൾക്കാരല്ലേ, പോലെ വരണ പോലെ ഇട്ടല്ലേ. ഒന്നും പറയാൻ പറ്റൂല. എന്താ ഒന്നും പറയാൻ പറ്റാത്തെ? വോട്ടുകൾ അല്ലി ജില്ലയായി പോയി. പറയാൻ കഴിയില്ല. സ്വരാജ് ഉറപ്പിച്ചതാ. ഉറപ്പിച്ചാ? എത്ര വോട്ട്? അതൊന്നും പറയാൻ പറ്റില്ല. ജയിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അൻവർ ജയിക്കും. എന്ത് അൻവർ ജയിക്കും പറയുന്നത്? അൻവറിന് അതാണ് നാട്ടിന് വേണ്ടി രസം നേടുന്ന ആളാണ് അൻവർ. അതുകൊണ്ട് ജയിക്കും. ഷൗക്കത്ത് എന്തുകൊണ്ടാ ഷൗക്കത്തിന്റെ പേര് പറയണേ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് ആ ഷൗക്കത്തിന്റെ ഇതിലാണ്. ബാബുട്ടി ആരുടെ ഷൗക്കത്ത് ജയിക്കും? 25,000 വോട്ടില്ലേ? 25,000 വോട്ടിന്. അത് കുറച്ച് കൂടി പോയോ? കുറച്ച് കൂടിയില്ല. 25,000 കറക്റ്റാണ്. 25,000. സ്വരാജ് ജയിച്ചു. സ്വരാജ് ജയിക്കും. എന്താണ് ജയിക്കും പറയാൻ കാരണം? ഓനെ പറ്റുള്ളൂ. അൻവർ ജയിക്കും. ആര്? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നടക്കുന്നത്. ആര് ജയിക്കും? അൻവർ ജയിക്കും. സ്വരാജ് എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറഞ്ഞത്? സ്വരാജിന്റെ പേര് സ്വരാജ് തന്നെ ആണ്. ഇവിടെ സ്വരാജ് ജയിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ജയിക്കോ? ജയിക്കും. അതിപ്പോ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റാത്തൊരവസ്ഥയിലപ്പോ നിക്കണത്. അതായത് നിങ്ങൾ പറയാൻ കഴിയില്ല. പറഞ്ഞാൽ വല്ല പ്രശ്നം വരും. പ്രശ്നങ്ങളൊന്നുമില്ല. സ്വരാജ് എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? നല്ല ചെറുക്കിലെ ചെറുപ്പക്കാരനല്ലേ? വിദ്യാഭ്യാസം യോഗ്യതയും എല്ലാം ചെറുപ്പക്കാരനല്ലേ? അതുകൊണ്ട് സ്വരാജ് ജയിക്കണം. ഓക്കെ. LDF ജയിക്കണം. LDF എന്തിനാണ്? LDF ജയിച്ചാലേ ഒരു കാര്യമുള്ളൂ. നമ്മളെ ആര്യാട ഷൗക്കത്ത് ജയിക്കും. ആര്യാടന്റെ പേര് എന്തുകൊണ്ടാ പറയണേ? അദ്ദേഹത്തിന്റെ മുൻകാല വാപ്പാന്റെ അദ്ദേഹത്തിന്റെ ഒക്കെ പ്രവർത്തനം ഇപ്പോ വ്യക്തം അങ്ങനെ പറയാന് നേരത്തെ നമുക്ക് പറയാമായിരുന്നു. ഇപ്പോ പിന്നെ ഇത് UDF-ഉം LDF-ഉം കട്ടയായിട്ട് വന്നോക്കുമ്പോ STPക്ക് ചെറിയ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളെ വോട്ട് STPക്കാണോ? ഇന്ത്യോട്ട് STPക്ക് നല്ല മൊത്തത്തിലൊരു കാഴ്ചപ്പാട് കാണുക. നിങ്ങളെ വോട്ട് STPക്കാണോ? സ്വരാജ് ജയിക്കും. സ്വരാജ് എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര്? സ്വരാജ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ്. അൻവർ ജയിക്കും. അൻവർ എന്തുകൊണ്ട് അൻവർ ജയിക്കും എന്ന് പറയണേ? അൻവർ നല്ലൊരു നേതാവാണ്. ആണ്. ആര്യാടൻ ജയിക്കും. ആര്യാടൻ ജയിക്കുന്നതാണ്. എന്തുകൊണ്ട് ആര്യാടൻ ജയിക്കുന്നുള്ള പറയണേ? UDF-ന് അനുകൂലമായ ഒരു മണ്ഡലമാണ്. ആണ്. സ്വരാജ് ജയിക്കും. സ്വരാജ് എന്തുകൊണ്ടാ? ഇവിടെ നല്ലൊരു വികസനം ഇപ്പൊ കണ്ടുകൊണ്ട് നിൽക്കുന്ന LDF സർക്കാർ വന്നിട്ടാണ്. LDF എന്തുകൊണ്ടാ? ഇവിടെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. ആണ്.
അൻവർ ജയിക്കണം എന്നാണ്. അൻവർ ജയിക്കണം. എന്തുകൊണ്ട് അൻവർ ജയിക്കണം എന്ന് പറയണേ? ഇപ്പൊ ഇതുവരെയും ഒരു ഭരിച്ച ഒരു മുന്നേറ്റ രീതികളൊക്കെ നോക്കുമ്പോ അഭിപ്രായമൊന്നുമില്ല. എന്താ അഭിപ്രായം ഇല്ലാത്ത? ഒന്നുമില്ല, ആരെങ്കിലും ജയിച്ചോട്ടെ, നമുക്കെന്താ. സ്വരാജ്. എന്തുകൊണ്ടാ സ്വരാജ് ജയിക്കുന്നു പറയുന്നത്? നല്ല മെജോറിറ്റി ആണ്. എന്തായാലും പ്രയാസാണോ പറയാൻ? ആണോ? ഇവിടെ ശക്തമായ മത്സരമാണ്. അതെ. അതുകൊണ്ട് തന്നെ ആരെ ജയിക്കുക എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. പറയാൻ പറ്റില്ല. ഇപ്പത്തെ കണ്ടീഷനില് ബലാബല പ്രയോഗമായതുകൊണ്ട് പറയാൻ കഴിയാത്ത കണ്ടീഷനാ. അവസാനം നല്ല ശക്തമായ പിന്നെ പോരാട്ടം. അതുകൊണ്ട് ആര് ജയിക്കുന്നു അത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, ഷൗക്കത്ത് ജയിക്കും. ഷൗക്കത്ത്. എന്തുകൊണ്ടാ ഷൗക്കത്ത് ജയിക്കുന്നു പറയുന്നത്? ഷൗക്കത്ത് ജയിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷൗക്കത്ത് ഇവിടെ കൊണ്ട് വികസനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റും സ്വരാജ് ജയിക്കും. എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയണേ? സ്വരാജാണ് ഇവിടെ യുവത്വത്തിന്റെ ഇത്. ഈ പ്രാവശ്യം ആര് ജയിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പത്തെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്വരാജ് ജയിക്കും. സ്വരാജ്. എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയണേ? സ്വരാജ് നല്ലൊരു നേതാവ് ആണ്. അതുകൊണ്ട് ജയിക്കും. ഷൗക്കത്ത്. എന്തുകൊണ്ടാ ഷൗക്കത്തിന്റെ പേര് പറയണേ? അങ്ങനെയാണ്. സ്വരാജ് ജയിക്കും. എന്തുകൊണ്ടാ സ്വരാജ് പറയുന്നത്? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാം കൊണ്ട് മറ്റുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. BJP എന്താണ് അങ്ങനെ പറയണേ? അങ്ങനെ അവരുടെ BJP കേരളത്തിലെ ഭരണം കൊണ്ട് ജയിക്കുന്നുള്ള ഉറപ്പാണ്. ഷൗക്കത്ത്. ആര്യാട്. എന്തുകൊണ്ട് ആര്യാടന്റെ പേര് പറയണേ? അത് പഴയ ഞങ്ങൾ കൊടുത്ത ആൾക്കാരാണ്. പിന്നെ ഈ സ്വരാജ് ജനകീയനല്ല. അല്ല. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവര് ജയിക്കും. അല്ലാതെ വോട്ട് കിട്ടാതൊന്നും ജയിക്കൂലല്ലോ. അതന്നെ നിങ്ങൾ തുറന്നു പറയാതെ എണ്ണം പറയും. അത്രേ ഉള്ളൂ. ഇവിടെ ആര്യാടൻ പാപ്പുട്ടി ജയിക്കും. എന്തുകൊണ്ട് ആര്യാടൻ പറയണേ? ആര്യാടൻ എന്ന് പറഞ്ഞാൽ മൂപ്പര് ഈ നാട്ടിലുണ്ടാവും. എല്ലാരൊപ്പം എന്നാലും ആര്യാടൻ ഷൗക്കത്തിനാണ് കുറച്ച് മുൻതൂക്കമുള്ളത്. ആര്യാടൻ ഷൗക്കത്താ മുൻതൂക്കമുള്ളത്. ഓക്കെ. പറയില്ല. അല്ല പറയണ്ട. പറയാത്ത പ്രശ്നമാണ്. പറയില്ല. സ്വരാജ. എന്തുകൊണ്ടാ സ്വരാജിന്റെ പേര് പറയണേ? അത് നല്ലൊരു വ്യക്തിയായതുകൊണ്ട്. സ്വരാജ് ജയിക്കും. ഇവിടെ ജയിക്കാൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ജയിക്കുക. സ്വരാജാണ് ജയിക്കുക. ഉറപ്പാണ്. ആര്? ആര്യയുടെ ഷൗക്കത്ത് ജയിക്കും. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് പേര് പറയണേ? ആര്യയുടെ ഷൗക്കത്ത് ഇവിടെ ലൈവ് ആണ്. ഇവനിപ്പോ കാണാൻ കൊടുത്തിട്ടുള്ളൂ. നമ്മളെ നാട്ടുകാരാണ് കാര്യം. സ്വരാജ് അപ്പൊ ആര്യാടാ. അതെന്തുകൊണ്ടാ അങ്ങനെ പറയണേ? നിങ്ങൾ ഓടല്ലേ? എന്തുകൊണ്ടാ ഷൗക്കത്തിന് പേര് പറയണേ? എല്ലാരും പറയട്ടെ. എന്തുകൊണ്ടാ? ഒന്നുമില്ല. ആര് ജയിക്കും പറയാൻ കഴിയില്ല. അങ്ങനെയാണോ? പിന്നെ എന്റെ അഭിപ്രായത്തിൽ അൻവർ ജയിക്കും തോന്നുന്നു. അൻവറാ. എന്തുകൊണ്ടാ അൻവറിന്റെ പേര് പറയണേ? കാരണം കൂടുതൽ ആൾക്കാർ അൻവറിനെ നോ ഐഡിയ. നോ ഐഡിയ. എന്തുകൊണ്ടാ? അത് 3 പേരും കട്ടക്ക് നിൽക്കുന്നു. ആണ്. എന്താ ആരുടെ സൗഖ്യത്ത് വെച്ചു? ആര്യാട്. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? അല്ല, അങ്ങനെ പറയാം. 2020 ആണ്. അപ്പൊ കൂടുതൽ ചാൻസ് ഇപ്പോ എല്ലാവർക്കും ഒരുപോലെയാണ് 3 പേർക്കുള്ളത് ചാൻസ്. എന്നാലും ഒരു നേരിയ ഭൂരിപക്ഷത്തില് ഷൗക്കത്ത് ജയിക്കുന്നതന്നെയാണ്. ഇവിടെ ജയിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ ബാബുട്ടിക്ക ജയിക്കേണ്ടത് അനിവാര്യമാണ്. പറ്റുന്നില്ല. അങ്ങനെ കൺഫ്യൂഷനാ. ഓക്കെ. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അയാള് വികസനം. അയാൾ ഇവിടെ ജയിക്കുന്നത് ഇപ്പൊ ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണ്. എല്ലാരും ജയിക്കാന്. ഓക്കെ. സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പായിട്ട് സ്വരാജ് 100%. സ്വരാജ് ജയിക്കും. അത് ജയിക്കുന്ന വെച്ചാൽ അൻവർ ജയിക്കണം. ഉറപ്പാണ്. എന്തുകൊണ്ടാ? നല്ല വികസനം, വരട്ടായിട്ട് വികസനം. ആര് ജയിക്കണം? ആരുടെ ഷൗക്കത്ത്? അങ്ങോട്ട് പോയിക്കോളൂ. ഷൗക്കത്താ. ഷൗക്കത്ത് ജയിക്കും. ഓക്കെ. ആര്യാടൻ ഷൗക്കത്ത്. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? ആര്യാടൻ ഷൗക്കത്ത് ഇവിടുത്തെ ഫുൾ പൊതുപ്രവർത്തകനാണ്. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ഇവിടെ നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും. ഞങ്ങളെ ഷൗക്കത്താക്ക ജയിക്കുന്നതാണ് ഞങ്ങൾ മൊത്തം പറയും. സ്വരാജാണ് ജയിക്കേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അങ്ങനെയാണ്. ആര്യാടൻ ഷൗക്കത്താണ് ഇവിടെ ജയിക്കുക. ഉറപ്പാണോ? ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ മൂപ്പര് MLA അല്ലെങ്കിലും ഷൗക്കത്ത് തന്നെ. ഷൗക്കത്താ ജയിക്കണം. ഉറപ്പാണോ? ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ. അങ്ങോട്ട് നോക്കി പറയാം. അല്ലല്ല, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതെന്താ അങ്ങനെ? അങ്ങനത്തെ ടൈറ്റ് മത്സരമാണ്. അത് വോട്ട് ഭൂരിപക്ഷം കിട്ടുന്നവരായിരിക്കും. കൺഫ്യൂഷൻ ആണ് അവിടെ. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നം ഇവിടെ സ്വരാജാണ് സ്ഥാനാർത്ഥി നിലക്ക് മുന്നിട്ട് നിൽക്കുന്നത്. സ്ഥാനാർത്ഥി എന്ന നിലക്ക് മുന്നിട്ട് നിൽക്കുന്നത്. ആര് ജയിക്കും? ഇടതുപക്ഷത്തിനും LDF-നാണ് മുൻതൂക്കം കാണുന്നത്. അപ്പൊ ആര് ജയിക്കുന്ന? സ്വരാജ് ജയിക്കും. എന്താ സംശയം? ഒരു മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്ത്? അത് പറയും. എന്റെ അഭിപ്രായം ചോദിക്കാനല്ല ഞാൻ. നിങ്ങളെ അഭിപ്രായം ചോദിക്കണം. എന്റെ അഭിപ്രായം UDF ഭരിക്കണം. അല്ല, ജയിക്കണം. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണോ? അത് ഉറപ്പാ. ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. സ്വരാജ് ജയിക്കണം. ജയിക്കണം. ഞങ്ങക്ക് സ്വരാജ് ജയിക്കണം എന്നുള്ളതാണ്. ജയിക്കോ? ജയിക്കും. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണം. ഉറപ്പാണോ? ആരാണ് ജയിക്കുന്ന? എന്റെ അഭിപ്രായം ഷൗക്കത്ത് ജയിക്കണം. ഉറപ്പാണോ? ആര്യാടൻ ഷൗക്കത്ത്. ആണോ? എന്തുകൊണ്ടാ? നല്ല വ്യക്തിത്വം. ഷൗക്കത്ത് തന്നെ ആയിക്കോളൂ. ഷൗക്കത്ത്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? നല്ലൊരു നേതാവാണ്. നിലമ്പൂര് ആര്യാടൻ ഷൗക്കത്തിലാണ്. ആര്യാടൻ ഷൗക്കത്ത് എവിടെ ജയിക്കുള്ളൂ? ഷൗക്കത്താണ്. ഷൗക്കത്തോ? എന്തുകൊണ്ടാ ഷൗക്കത്ത്? നിലമ്പൂരിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അൻവർ. എന്തുകൊണ്ടാ? അൻവർ ചെയ്തോണ്ട്
അൻവർ ജയിക്കും. ഉറപ്പാണോ? അതിൽ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ എന്തുവരെ കോൺഗ്രസിന്റെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ അൻവറിന് ചെയ്യാൻ പോകും. സ്വരാജ് ജയിക്കുള്ളൂ. ഉറപ്പാണ്? ഉറപ്പാണ്. സ്വരാജ് ഇവിടെ ജയിക്കാനുള്ള ഒരു കാരണം അൻവറാണ്. തൂക്കം പറയാൻ കഴിയണത് അൻവറാണ്. അതെന്തുകൊണ്ട് അൻവറിന്റെ പരിപാടി? അൻവർ ഇവിടെ വികസനം ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആണ്. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആര്യാടെ സൗഖ്യത്ത് ഉറപ്പാണോ? ആര്യാടും ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അങ്ങനെ മറ്റുള്ളവർ ഭരണം വളരെ മോശമാണ്. സ്വരാജ് സ്വരാജോ? എന്തുകൊണ്ടാ സ്വരാജിന്റെ പരിപാടി? സ്വരാജ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹത്തിന് പൊതു സ്വീകാര്യത ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? തീർച്ചയായിട്ടും. ആര്യാടൻ സൗഖ്യത്ത് ഉറപ്പാണോ? ഗവൺമെന്റിന്റെ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളതാണ്. ആര്? സ്വരാജോ? സ്വരാജ് 23-ാം തീയതി പറയാം. ആണോ? ജയിക്കുന്ന അത്രയും കൺഫ്യൂഷൻ ആണോ? അത്ര കൺഫ്യൂഷനാ. പ്രായത്തിൽ സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാ. സ്വരാജ് തന്നെ. ഉറപ്പാണോ? ഉറപ്പാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? സ്വരാജ് നല്ലൊരു വാഗ്മീയാണ്. ജനങ്ങൾ നമ്മുടെ നാട്ടുകാരനാണ്. ഷൗക്കത്ത് വൻപുരുഷ് ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ട് അങ്ങനെ പറയണേ? നല്ല പുരുഷ ജയിക്കും. എന്താണെങ്കിലും UDF മുൻതൂക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ആര് ജയിക്കും? ജയിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ആര്യാടൻ സൗഖ്യത്ത് ആണ്. ഉറപ്പാണോ? ഉറപ്പാണ്. സ്വരാജ് ജയിക്കാനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. ആണോ? ഉറപ്പാണോ? ഉറപ്പ് പറയാൻ പറ്റില്ല, എന്നാലും സ്വരാജിനാണ് മുൻതൂക്കം കാണുന്നത്. മുൻതൂക്കം കാണുന്നുണ്ട്. ഉറപ്പ് പറയാൻ പറ്റും? ഉറപ്പ് പറയാൻ കഴിയില്ല. ആര് ജയിക്കുന്ന വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണോ? അങ്ങനെയാ. നല്ല മത്സരം. ആയിക്കോട്ടെ. ആര് ജയിക്കുന്ന അങ്ങനെ പറയാൻ പറ്റില്ല. ആണോ? കൺഫ്യൂഷൻ ആണോ? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആര് ജയിക്കുന്ന? ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണോ? ബഹുഭൂരിപക്ഷത്തോടു കൂടി. ഉറപ്പാണ്. ഇവിടെ ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണോ? ആര്യാടൻ സൗഖ്യത്ത് എന്താ തീർച്ചയാണ്. ബാബുട്ടി ആരുടെ ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാ. സൗഖ്യത്ത് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഐഡിയ കിട്ടുന്നില്ല. കൺഫ്യൂഷൻ ആണ്. കൺഫ്യൂഷനാണ്. ഓക്കെ. എന്താ? മൂന്നും കട്ടയാണ്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഒറ്റയ്ക്ക് വരാൻ പറ്റൂല. പറയാൻ പറ്റില്ല. ആര്യാടൻ സൗഖ്യത്ത് ജയിക്കും. ആര്? ആര്യാടൻ ആര്യാടൻ. സൗഖ്യത്ത് ഉറപ്പാണോ? ഉറപ്പാണ്. ആര്യാടൻ സൗഖ്യത്ത് ജയിക്കും. ഉറപ്പായിട്ട് ആര്യാടൻ ജയിക്കും. ആര് ജയിച്ചാലും ഒരാൾ ജയിച്ചുള്ളൂ. ഓക്കെ. കൺഫ്യൂഷൻ. ആര് ജയിക്കും? സ്വരാജ്. സ്വരാജോ? എന്തുകൊണ്ടാ? സ്വരാജിനാണ് ഇവിടെ മുൻതൂക്കം കൂടുതൽ. ഷൗക്കത്ത് ജയിക്കും. ഷൗക്കത്ത്. എന്തുകൊണ്ടാ? ഷൗക്കത്ത് ഇതുവരെ ഉള്ളൊരു ഭൂരിപക്ഷം നോക്കുമ്പോ അങ്ങനെയാണ്. രാജ് ജയിക്കും. ഉറപ്പാണോ? ഷുവർ. ഉറപ്പായിട്ട്. സ്വരാജ് വേറെ സംശയമൊന്നുമില്ലല്ലോ. സ്വരാജിനെ ജയിക്കുള്ളൂ. ഓക്കെ. സ്വരാജ് ആര് ജയിക്കും. ഇവിടെ അരുവാൾ ചുറ്റിക സ്വരാജ് ജയിക്കും. നമ്മളെ ഷൗക്കത്തിന്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഷൗക്കത്തിന് ഭരണത്തിനെതിരായിട്ടുള്ള ഒരു തന്നെയാണ്. അൻവറുടെ ഓപ്ഷൻ കാണുന്നത് അൻവറോ? എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണോ? ഓക്കെ. അൻവർ അൻവറാ? എന്തുകൊണ്ട് അൻവർ ജയിക്കുന്നു? ട്രെൻഡ് ജയിക്കും. അൻവർ. എന്തുകൊണ്ട് അങ്ങനെ അൻവർ എന്ന് പറയുന്നത്? പല കാര്യങ്ങളും ചെയ്ത് തരാം. മനസ്സിന്റെ കൈ കിടക്കുന്ന വോട്ടല്ലേ നമുക്ക്. ഇവിടുത്തെ അവസ്ഥ എന്താ? ഇവിടുത്തെ അവസ്ഥ വെച്ചാൽ കുഴപ്പമില്ല. എല്ലാരും ഒരുപോലെ നടക്കണ്ടേ. ഞങ്ങളെ പാർട്ടി ചിഹ്നത്തിൽ ഒരു നേതാവിനെ കിട്ടിയാണ്. അങ്ങോട്ട് സ്വരാജ് ജയിക്കും. ഓക്കെ. പക്ഷെ അൻവറിന് മുൻതൂക്കം കാണുകയാണ്. അൻവറിന് എന്തുകൊണ്ടാ? അത് മറ്റേ പ്രകടനം കാര്യം അവിടുത്തെ നെൽപൂരത്തെ വിരലും പോലോ കണ്ടപ്പോ അങ്ങനെയൊന്നുമില്ല. ഇല്ല. കൺഫ്യൂഷൻ ആണോ? കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ 3 ത്രികോണ മത്സരം നല്ല മത്സരം നടക്കേണ്ടതല്ല പറയുന്നത്. യുവാക്കളിലൊക്കെ ഒരു ഓളം ഉണ്ട് സ്വരാജിന് വേണ്ടിയിട്ട്. എന്താന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കുന്നില്ല? അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റാത്തെ? ടൈറ്റാണ്. ജയിക്കുന്നു ചോദിച്ചാലും ഒക്കെ അൻവറിനാണ് എന്നുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. അൻവറിനാണ്. എന്തുകൊണ്ട് പറയണേ? അദ്ദേഹം ഇവിടുത്തെ മലയോര പ്രശ്നങ്ങൾ പരിഹരിക്കും. ഈ അതൊരു ത്രികോണ ലെവലിലാണ് പോകുന്നത്. ആര് ജയിക്കും? അങ്ങനെയാണ് തീർത്തു പറയാനായിട്ടില്ല. ആയില്ല. സൗഖ്യത്ത് ജയിക്കും. സൗഖ്യത്ത്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ആര്യാടൻ മുഹമ്മദ് ഇല്ലേ, ഇവിടെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആൾക്കാർക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, ഈ ST ആൾക്കാരില്ലേ നമ്മളെ, അവിടെ ലൈറ്റും കാര്യം കൊടുക്കുന്നത് ആദ്യം ആര്യാടൻ മുഹമ്മദ് തന്നിട്ടാ. ആര്യാടൻ. എന്തുകൊണ്ട് അങ്ങനെ പറയും? നമ്മളെ നാട്ടില് ചെയ്ത് മൂപ്പരാണ്. ഓക്കെ. ആര്യാടൻ സൗഖ്യത്ത് ആണ്. ഉറപ്പാണ്? ഉറപ്പാണ്. സ്വരാജ് സ്വരാജ്. എന്തുകൊണ്ടാ സ്വരാജിന് പറ്റും? നല്ല പ്രവർത്തകനാണ്. പിന്നെ ആര്യാടൻ സൗഖ്യത്തെ ജയിക്കാൻ സാധ്യത കാണുന്നുള്ളൂ. ആണ്. എന്തുകൊണ്ടാ? ജനകീയനാണ് ആള്, എല്ലാവർക്കും ഉപകാരിയാണ് ആള്. ഇവിടെ കോൺഗ്രസ് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ വെച്ചാൽ ഞങ്ങൾക്ക് കോൺഗ്രസ് മതി. അവർക്ക് പോലും അറിയില്ല. എന്താ അങ്ങനെ പറയണേ? ഇങ്ങനെയാണ് കാര്യങ്ങള് വളരെ കൺഫ്യൂഷനിലാണ്. ആര്യാടൻ സൗഖ്യത്ത് ജയിക്കുന്ന എന്റെ അഭിപ്രായം. എന്തുകൊണ്ട് ആര്യാടന്റെ പേര് പറഞ്ഞു? ആര്യാടൻ സൗഖ്യത്ത്. ആര്യാടൻ സൗഖ്യത്ത് UDF. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഇവിടെ വികസനത്തിനും ഇതിനൊക്കെ ഓരോ ആര്യാടന്മാരാണ് ചെയ്തിട്ടുള്ളൂ. സൗഖ്യത്തെ ജയിക്കാം. അതെന്തോ ഷൗക്കത്ത് ജയിക്കുന്നു പറയണേ? സൗഖ്യത്തെ ജയിക്കാം. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അത് ഞങ്ങള് ഇവിടെ ട്രെൻഡ് അങ്ങോട്ടാണ്. പറയാൻ പറ്റിയല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അങ്ങനെയാണ്. ചാൻസ് നമ്മുടെ സൗഖ്യത്താകാം. ഉറപ്പാണോ? ഒരു 80%. ഓക്കെ. ആര്യാടൻ ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ടാ? ചില
ആദ്യം ജയിച്ചത് മുസ്ലിംസിലാണ് ഏറ്റവും കൂടുതൽ അവിടെ. സ്വരാജ് ജയിക്കുന്നില്ലാണ് നമ്മളെ കാഴ്ചപ്പാട് കാഴ്ചപ്പാട്. ജയിക്കുവോ? ഇപ്പോഴത്തെ കാഴ്ചപ്പാടനുസരിച്ച് UDF ജയിക്കാനാണ് സാധ്യത. എത്രത്തോളം വിജയസാധ്യതയുണ്ടെന്ന് അറിയില്ല. സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ട് അങ്ങനെ പറയണേ? സ്വരാജ് കഴിവുള്ള ആളാണ്. സ്വരാജ് സ്വരാജോ? എന്തുകൊണ്ടാ? സ്വരാജ് ഒരു എൻസൈക്ലോപീഡിയാണ്. സ്വരാജ് ജയിക്കും. സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? ഷുവർ. ഇതിപ്പോ ആരാ ജയിക്കുന്നത്, എവിടാ ജയിക്കുന്ന അറിയത്തില്ല. പക്ഷെ ഇതിലൊരു ഭാഗ്യവാനുണ്ട് ഇവിടെ, നിലമ്പൂർ നിയോജകമുണ്ട്. ഇതൊക്കെ കട്ടയാണ് ഇവിടെ. ആര് ജയിക്കും? ജയിക്കും എന്ന് പറഞ്ഞാൽ ഷൗക്കത്ത് ജയിക്കുന്നാണ് എന്റെ അഭിപ്രായം. ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ടാ ഷൗക്കത്തിന്റെ പേര് പറയുന്നത്? ഓക്കെ, ആര് ജയിക്കുന്നില്ല? 3 ത്രികോണ മത്സരമാണ്. 3 ടീമും കട്ടക്ക് കട്ടയാണ് ഇവിടെ. ഉറപ്പാണ്. അവിടെ ആര് ജയിക്കും? അത് 3 ആളും അതിൽ ആര് ജയിക്കാൻ സാധ്യതയുണ്ട്. ആർക്കും ജയിക്കാം. ആര് ജയിക്കും? ഇവിടെ ആര്യണം ഷൗക്കത്ത് ജയിക്കും. ആര്യാണ് ഷൗക്കത്താ? എന്തുകൊണ്ടാ? കുഴപ്പമില്ല. അതുകൊണ്ട് സ്വരാജ്. എന്തുകൊണ്ടാ? നല്ല പ്രവർത്തനമായതുകൊണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? കാരണം നല്ലൊരു ഭരണം കാഴ്ചവെക്കും. ആരെന്നപ്പോ ഞാൻ പറയുന്നത്? ആരാ നിങ്ങൾ പറയേണ്ടത്? പറയും. അൻവർ ജയിച്ചൂലേ? അൻവറാ? എന്തുകൊണ്ടാ അൻവർ പറയണേ? അൻവർ ജയിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹം? അങ്ങനെയാണ് ആഗ്രഹം. ഒന്നും പറയാനില്ല എനിക്ക്. എന്താണ് ആരാ ജയിക്കേണ്ടത്? എനിക്ക് ഷൗക്കത്ത് ജയിക്കണം. ഷൗക്കത്ത്. ഓക്കെ, അറിയില്ല. ഒന്നും പറയാനായിട്ടില്ല. ആണോ? ഇല്ല. UDF ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? എന്തുകൊണ്ടാ അങ്ങനെ പറയണെങ്കിൽ UDF ജയിക്കണം. നമ്മളെ UDF ജയിക്കണം. അതെ. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? അങ്ങനെ ആഗ്രഹം. ആര്യണം ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണോ? ഷൗക്കത്താണോ? ഓക്കെ, നമുക്ക് എല്ലാവരും ജയിക്കണം. എല്ലാരും ജയിക്കണം. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ആര് ജയിക്കണം എന്നല്ല? മൊത്തത്തില് എല്ലാരും ജയിച്ചാലും ഒരേ മാതിരിയാണ്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നുണ്ട്. എല്ലാരും ഷൗക്കത്ത്. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? കാരണം ഭൂരിപക്ഷം അവിടെ കാണുന്നത് ആൾക്കാരിലെ PV അൻവർ. എന്തുകൊണ്ടാ PV അൻവറിന്റെ പേര് പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് LDF ജയിക്കും. LDF. ഉറപ്പാണോ? ഉറപ്പാണ്. ആര്യാണ് ഷൗക്കത്ത്. ആരാണ് ഷൗക്കത്ത്? എന്തുകൊണ്ടാ? ഷൗക്കത്ത് നല്ലൊരാളല്ലേ. ജയിക്കലിപ്പോ 3 പാർട്ടിയും തുല്യരാണ്. ആര് ജയിക്കും? ആര് ജയിക്കുന്നില്ല ഇപ്പൊ ഉറപ്പിച്ചില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞാല് ബാബുട്ടിയാ? സുഖത്ത്. എന്തുകൊണ്ടാ ഷൗക്കത്ത് ജയിക്കുന്ന പറയണേ? സുഖത്ത് പറഞ്ഞാല് 80,000 വോട്ടോളം UDF-നോടുണ്ട്. ആര്യാണ് ഷൗക്കത്ത്. ഉറപ്പാണോ? എന്തുകൊണ്ടാ? അയാൾ നല്ലൊരു നേതാവാണ്. ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണ്. എന്തുകൊണ്ടാ അങ്ങനെ ഉറപ്പ് പറയണേ? അത് ഉറപ്പാണല്ലോ. സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? സ്വരാജ് ജയിക്കണം. സ്വരാജ് ജയിച്ചെങ്കിൽ ഈ നാടിന് എന്തെങ്കിലും ഒരു സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ടാ? അത് ജയിക്കുള്ളൂ. ഓക്കെ, ബാബുട്ടി. അതായത് ഷൗക്കത്ത്. ഉറപ്പാണോ? വമ്പിച്ച ഭൂരിപക്ഷം. ഷൗക്കത്ത് ഈസി ആയിട്ട് വിജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. ഷൗക്കത്ത് ജയിക്കും എന്നുള്ള പൂർണ്ണമായിട്ട് ഉറപ്പ്. ഉറപ്പാണോ? എന്തുകൊണ്ട് ആര്യാണ് ജയിക്കുന്നു പറയണേ? ആര്യാടൻ ഷൗക്കത്തിന്റെ വാപ്പ നല്ലോണം ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ. ആരാണ് ഇപ്പൊ പറയാൻ പറ്റില്ല. ഒക്കെ കട്ടക്ക് കട്ടയും ആണ്. നമ്മളെ അഭിപ്രായം അൻവറാണ്. അൻവർ. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയണേ? 15,000 വോട്ട് ജയിച്ചു. ഉറപ്പാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഞാൻ കോൺഫിഡൻസ് ഉണ്ട്. കാഴ്ചപ്പാടിൽ ഇവിടെ LDF ഉണ്ട്, UDF ഉണ്ട്, SDPI ഉണ്ട്, BJP ഉണ്ട്. ആര് ജയിക്കും? അപ്പൊ ഇതിൽ ആരും ജയിക്കാം. സാധാരണക്കാരന്റെ പ്രശ്നം പരിഹരിക്കുന്ന ആരാണ് അവർ ജയിക്കും. അത് എന്നെക്കാട്ടിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളല്ലേ നടക്കണത്. ആയിക്കോട്ടെ, എന്നാലും നിങ്ങളുടെ കാഴ്ചപ്പാട്. എനിക്കൊരു കാഴ്ചപ്പാടില്ല. ഷൗക്കത്ത് ജയിക്കണ്ട. ഉറപ്പാണോ? എന്തുകൊണ്ടാ? ഷൗക്കത്ത് നല്ല ആളാണ്, മറ്റുള്ളവരുമായിട്ടില്ല. അൽമുറ ജയിക്കലിന്റെ സാരഥി ഓന്നലിന്റെ യഥാർത്ഥ മനസ്സിന്റെ സത്യാവണമാണ്. അൻവർ ജയിക്കുന്നു. ജയം ആരിലാണെന്ന് പറയാൻ കഴിയില്ല. രണ്ടാളും തുല്യ ശക്തികളാണ്. സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ടാ? അങ്ങനെയാണ്. ആര് ജയിക്കും എന്ന് പറഞ്ഞാൽ 3 പേരും നല്ല സ്ഥാനാർത്ഥികളല്ലേ. വോട്ട് കൂടുതൽ കിട്ടുന്ന ആൾക്കാർ ജയിക്കും. സ്വരാജ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? വികസനം വോട്ടായി മാറും. സ്വരാജ്. എന്തുകൊണ്ടാ? ഇവിടുത്തെ വികസനത്തിന്റെ UDF ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? ഇവിടെ നാട്ടില് നല്ല കാര്യം ചെയ്യുന്ന ആളാണ് ബാബുട്ടി. ഉറപ്പാണോ? ഉറപ്പാണ്. പാപ്പുട്ടി ജയിക്കും. ഉറപ്പാണോ? നല്ല കാര്യമുണ്ട്. ഒരു 10,000 വോട്ടിന്റെ മുകളിൽ. ഉറപ്പാണോ? ബാബുട്ടി ജയിച്ചു. ഉറപ്പാണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? എന്തുകൊണ്ട് പറഞ്ഞാൽ ഓൻ ജയിക്കേണ്ട ആളായിട്ട് തന്നെ ആണ്. ഇവിടെ നല്ല ടൈറ്റ് മത്സരമാണ്. ആര് ജയിക്കും? ഇവിടെ സ്വരാജ് ജയിക്കാനാ സാധ്യത. ആണോ? PV അൻവർ ജയിക്കാനാണ് സാധ്യത. ഉറപ്പാണോ? എന്തുകൊണ്ട് അങ്ങനെ പറയണേ? തീർച്ചയായിട്ടും അൻവറിന്റെ വികസനം, അൻവർ അതിന് മാത്രം വികസനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അറിയില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഒരേ മാതിരി തന്നെയല്ലേ. കൺഫ്യൂഷൻ ആണോ? ഓക്കെ. ആര് ജയിക്കുമെന്ന് ജയിക്കാൻ സാധ്യത. ആര്യാണ് ജയിക്കണം? ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ടാ? ഷൗക്കത്ത് നല്ലൊരു ഭരണം വേണമെന്നില്ല. അതില് സ്വരാജ്. എന്തുകൊണ്ടാ?
നല്ല വികസനം വരും നല്ല വികസനം വരും. ആണല്ലേ? ആര് ജയിക്കും എന്ന് പറഞ്ഞാല് ഷൗക്കത്ത് ജയിക്കുന്നാണ് ഞങ്ങളെ കണക്ക്. ഷൗക്കത്തോ? എന്തുകൊണ്ടാ? ജയിക്കാൻ സാധ്യതയുള്ളൂ. സ്വരാജ് എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? സ്വരാജാണ് ബെസ്റ്റ്. കുറച്ച് ജയിക്കും. അതെന്താ? ഒന്നും വേണം അങ്ങനെയാണ് അവസ്ഥ. ഒന്നും വേണം ഭൂരിപക്ഷം UDF തന്നെ. ആണോ? ഉറപ്പാണോ? ഭൂരിപക്ഷം ജയിക്കും. എന്തുകൊണ്ടാ? ഷൗക്കത്ത് ആണോ? എന്തുകൊണ്ടാ? അതിപ്പോ അതിന്റെ മെച്ചം കൊണ്ട്. ആണല്ലേ? എല്ലാരും ജയിക്കുന്ന പറയണത്. എന്താ അങ്ങനെ? അങ്ങനെ എല്ലാരും പറയണേ. നിങ്ങളുടെ കാഴ്ചപ്പാടാരാ? ഞങ്ങളുടെ കാഴ്ചപ്പാട് UDF LDF ബലാബലാണ്. ആര്യാടൻ ഷൗക്കത്ത് തീർച്ചയായിട്ടും ഷൗക്കത്ത് ജയിക്കാനാണ് ചാൻസ്. ചൗക്കത്താ കേൾക്കും. ഉറപ്പാണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അങ്ങനെയാണ്. കാല് വാരിയിട്ടില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ഉറപ്പ്? അറിയില്ല. നിങ്ങൾക്ക് വോട്ടുണ്ടോ അവിടെ? വോട്ടുണ്ട്. ആർക്ക് ചെയ്യും? ചെയ്യാം, അതൊക്കെ നമ്മളെ മനസ്സിന്റെ ഉള്ളിലല്ലേ. ആര് ചെയ്യും? അത് മാത്രം ഇങ്ങോട്ട് ചോദിച്ചല്ലേ. ആയിക്കോട്ടെ, എന്നാലും സൗക്കത്ത് ആണ്. എന്തുകൊണ്ടാ അങ്ങനെ? എന്തുകൊണ്ടാ വെച്ചാല് സൗക്കത്താണ് ഇപ്പൊ നല്ല ഇപ്പൊ ഷൗക്കത്ത്. എന്തുകൊണ്ടാ? അത് ഞങ്ങളെ നിലമ്പൂരിന്റെ മൊത്തമാണ് ഓനെ ജയിച്ചു. M സ്വരാജ് ജയിക്കും. എന്തുകൊണ്ടാ? ഇവിടുത്തെ ഭരണം കാര്യങ്ങളും ഇനി അടുത്ത സ്വരാജ് ജയിക്കുന്നതാണ് അഭിപ്രായം. അഭിപ്രായം? ഇവിടെ സ്വരാജ് ജയിക്കും. ആണോ? ഉറപ്പാ? എന്തുകൊണ്ടാ സ്വരാജ് ജയിക്കും പറയുന്നത്? നല്ലൊരു ആളാണ്. ജയിക്കണ കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ല, കാരണം അങ്ങനത്തെയാണ് മത്സരം. അങ്ങനെ ഉറപ്പാണോ? ഉറപ്പ്. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് ജനങ്ങൾക്ക് അറിയില്ല. ഓക്കെ. M സ്വരാജ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഉറപ്പാണോ? സ്വരാജ് ജയിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമല്ല. M സ്വരാജ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എന്റെ സഹപ്രവർത്തകനാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അങ്ങേപ്പുറത്തേക്ക് പറയാനല്ലോ. ഓക്കെ. അവർ ജയിക്കേണ്ടത് ആരാ ജയിക്കും? ആര് ജയിക്കാൻ? നമുക്ക് സൗക്കത്ത് ജയിക്കണം. ഷൗക്കത്ത് ജയിക്കണം. സൗക്കത്ത് തന്നെയാണ് സാധ്യത കൂടുതൽ. സൗക്കത്ത് ഷൗക്കത്ത് തന്നെ ആണോ? ഞാൻ പറഞ്ഞല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന്. ജയിക്കുന്ന വെച്ചാല് ഇപ്പത്തെ ഒരു അവസ്ഥയില് സ്വരാജിനാണ് മുൻതൂക്കം. ആണോ? ജയസാധ്യത. ഓക്കെ. അങ്ങനെ പ്രവചിതാതീതമാണ് ഇവിടുത്തെ മത്സരം. അതെന്താ അങ്ങനെ? അങ്ങനത്തെയാണ് ഇവിടുത്തെ പ്രവർത്തനം കണ്ടോണ്ടിരിക്കുന്നത്. പൊതുജനം പൊതുവെ ടോട്ടൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ആര് ജയിക്കുന്നുള്ളത് ഇവിടെ M സ്വരാജ് ജയിക്കും. ഉറപ്പാണ്? എന്തുകൊണ്ടാ? ഭരണത്തിന്റെ വികസനം. ആര് ജയിക്കുന്നത്? സ്വരാജ് ജയിക്കുന്നല്ലാണ്ട് വേറെ ആരാണ്? ഉറപ്പാണോ? ഉറപ്പാണ്. എന്തുകൊണ്ടാ? നല്ലൊരു നേതാവാണ്. മാത്രമല്ല ഇനി അടുത്തൊരു തുടർ ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് സ്വരാജ് വരണം. ബാബുട്ടിയാക്ക. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ബാബുട്ടിയാക്ക വരണം, മാറി ചിന്തിക്കണം എന്നുള്ളത് ഇതാണ് നിലമ്പൂരിലെ. ആര്യൻ ഷൗക്കത്ത് ജയിക്കുന്നില്ലതാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. എന്റെ കാഴ്ചപ്പാടിൽ ആര്യൻ ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണോ? തീർച്ചയായിട്ടും. കാരണം സ്വരാജ് ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? സ്വരാജ് നേരിന്റെ ഒപ്പം കൂടെ നിൽക്കുന്ന ആളാണ്. M സ്വരാജ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എല്ലാം കൂടെ വ്യക്തിത്വം കൊണ്ടും പിന്നെ ഭരണ മികവ് കൊണ്ടും സ്വരാജാണ്. സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? പ്രതീക്ഷയാണ്. ഓക്കെ. സ്വരാജ് ജയിക്കും. എന്തുകൊണ്ടാ? സ്വരാജിന്റെ നിലപാടുകൾ തന്നെ ആണ്. ജയിക്കും. വ്യക്തിത്വം നല്ല വ്യക്തിയാണ്, അറിവുള്ള ആളാണ്. ഇവിടെ ആര്യാടൻ ബാവട്ടി ഒരു 10,000 വോട്ടിന് ജയിക്കും. ഉറപ്പാണോ? അങ്ങനെ ആരും ജയിക്കുന്നു പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും കട്ട ആണ്. സ്വരാജ് ജയിക്കും. ആണ്. ഉറപ്പാ? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? അവന്റെ നിലവാരം നല്ലതുകൊണ്ട് 3000 വോട്ടിന് എന്തായാലും ജയിക്കും. സ്വരാജ്. എന്തുകൊണ്ടാ സ്വരാജ്? ആണ്. ഓക്കെ. ആണ്. ആണോ? ഉറപ്പാണോ? ഓക്കെ. സ്വരാജോ? ഓക്കെ. ഷൗക്കത്തോ? എന്തുകൊണ്ടാ? ആര് ജയിക്കുന്നുള്ളതാണ്? ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടെ ഇവിടെ ജയിക്കും. ഒരു 25,000 ലീഡിന്. ഉറപ്പാണോ? ഉറപ്പാണ്. അതിൽ യാതൊരു അംശമല്ല. ഒന്നും പറയാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും നല്ല പ്രവർത്തനമാണ്. പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റുന്നത്? പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ. സ്വരാജ് ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ? അതങ്ങനെയാണ്. വികസനം തന്നെ LDF വന്നപ്പോഴാണ് ഇവിടെ വന്നത്. എല്ലാരും ജയിക്കട്ടെ. നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയല്ല, നമുക്ക് എല്ലാവരും ജയിക്കണം. ആണ്. ആര് ജയിക്കും വെച്ചാൽ ബാപ്പുട്ടി ജയിക്കാനാണ് ചാൻസ്. ആണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അൻവർ കുറെ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ LDF കുറച്ച്. ആര്യാടൻ ഷൗക്കത്ത്. എന്തോ അങ്ങനെ പറയാൻ കാരണം എന്താ? നല്ലൊരു വ്യക്തിയാണ്. ആര് ജയിക്കും? കോൺഗ്രസിനാണ് സാധ്യത. കോൺഗ്രസിനാണോ? ഉറപ്പാണ്? ആര് ജയിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആര് ജയിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. സ്വരാജ്. എന്തുകൊണ്ടാ? ഉറപ്പാണ് കണ്ടിട്ട്. അതറിയില്ല, ആര് ജയിക്കുന്നുള്ളത് അറിയില്ല. അങ്ങനെയാണ് അവസ്ഥ അതാണ്. അത് സഖാവ് സ്വരാജ് ഉറപ്പാണോ? നല്ല ഭൂരിപക്ഷത്തിൽ ആണ്.
സ്വരാജ് തന്നെ. സ്വരാജാ ഉറപ്പാണോ? ഉറപ്പാണ്. നിങ്ങൾ കുറച്ച് മുമ്പ് എന്നോട് സംസാരിച്ചോ? ഇല്ല. ഞങ്ങളെ കാഴ്ചപ്പാടിൽ സ്വരാജ് ജയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തെന്നാ സർക്കാരിന്റെ വികസനമൊക്കെ കണ്ടിട്ട് വോട്ട് ചെയ്യും, എല്ലാവരും നാട്ടുകാർ ചെയ്യും. ഉറപ്പാണോ? ഉറപ്പാണ്. വോട്ട് കൂടുതൽ ഇട്ടാൽ ജയിക്കും. അത് ഓക്കെ. ആര് ജയിക്കുന്നുള്ള നിങ്ങളെ കാഴ്ചപ്പാട്? അങ്ങനെ ഒരു കാഴ്ചപ്പാട് ആര്യാൻ ഷൗക്കത്ത് ഒരു 10,000 വോട്ടിൽ ഉറപ്പാണോ? ഉറപ്പാണ്. ഷുവർ. ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം. ഉറപ്പാണോ? ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഇവിടെ അൻവർ ജയിക്കും. ആണോ? എന്തുകൊണ്ട് അങ്ങനെ അൻവർ ജയിക്കും പറയുന്നത്? അൻവർ ഒരു പുതിയൊരു മാറ്റത്തിന് വേണ്ടിട്ട്. ഇവിടെ ആരാ ജയിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സുഖത്ത് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. ജയിക്കാൻ സാധ്യത. അൻവർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പം അങ്ങനെ തന്നെയാണ്. ആണ് ഇപ്പോഴത്തെ സ്ഥിതിക്ക് പിന്നെ അൻവർ ജയിക്കണ്ടേ. ഉറപ്പാണോ? ഉറപ്പാണ്. സ്വരാജ് ഉറപ്പാണോ? ഉറപ്പാണ്. എന്തുകൊണ്ടാ? സ്വരാജ് ലീഡർഷിപ്പ് അത്രയും പെർഫെക്റ്റ് ആണ്. സ്വരാജ് ജയിക്കുന്നതാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. സുരാജ്. ഉറപ്പാണോ? എന്തുകൊണ്ടാ? ഉറപ്പാണ്. പിന്നെ കേരളത്തിന്റെ ഈ ഇപ്പത്തെ ഗവൺമെന്റിന്റെ വികസനം കൊണ്ട് സ്വരാജ് ജയിക്കുന്നില്ല. ഉറപ്പാണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? പുള്ളി നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഇവിടെ 100% ഷൗക്കത്തിന് ജയിക്കും. ആണോ? എന്തുകൊണ്ടാ ഷൗക്കത്തിന്? കാരണം ജനങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണ് സമ്മർദ്ദമാണ്. ആണോ? നല്ല സമ്മർദ്ദം. ഉറപ്പിച്ചു പറയാം. ഉറപ്പിച്ചു പറയാൻ കഴിയും. ഓക്കെ. അത് ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ടാ? അങ്ങനെയാണ്. അങ്ങനെയാണ്. ഇവിടെ നമ്മളൊക്കെ സ്വരാജ് ജയിക്കുന്നില്ലേ. സ്വരാജ് ഉറപ്പാണോ? എന്തുകൊണ്ട് അങ്ങനെ ഉറപ്പ് പറയണേ? നല്ല പ്രവർത്തനം. ആണോ? ആര് ജയിക്കുന്ന അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റൂല. രണ്ടു കൂട്ടർ ശക്തമായ പോരാട്ടം നടത്തുന്നു. ഉറപ്പിച്ചു പറയുന്നില്ല. ഇല്ല. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. തുല്യ ശക്തികളാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പൊ പ്രവചിക്കാൻ പറ്റില്ല. ഇല്ല, മിക്കവാറും സ്വരാജ് ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? LDF ഭരണനേട്ടമുള്ളപ്പോ ജയിക്കുക സ്വരാജ്. ഉറപ്പാണോ? ഉറപ്പായിട്ടും. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? നിലപാടുള്ള വ്യക്തിയല്ലേ. ആണ്. ജയിക്കും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം. എന്തുകൊണ്ടാ പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ലാത്ത? നിങ്ങൾ വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ഇത് ചെയ്തിക്കണ്. പക്ഷെ ഞാനങ്ങനെ അങ്ങനെ നല്ലൊരു പാർട്ടിക്കാരൻ. എന്താ സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അത് അങ്ങനെയാണ്. ഞങ്ങൾ ആര് ജയിച്ചാലും നല്ല ഭരണം. ആര് ജയിക്കും? അതൊരു പ്രതീക്ഷ. ഇവിടെ എനിക്ക് ജയിക്കണ്ടേ മറ്റേ സ്വരാജ്. എന്തുകൊണ്ടാ? എല്ലാം കൊണ്ടും സ്വരാജ് ജയിക്കുന്നതിന്റെ നമ്മളെ അഭിപ്രായം ആണ്. സ്വരാജ് ജയിക്കണമെന്നില്ല. എന്തുകൊണ്ടാ? നമ്മുടെ പാർട്ടിന്റെ ലെവലല്ലേ. അടുത്ത വർഷം ജയിക്കണം. സ്വരാജ് ജയിക്കണം. സ്വരാജ് ജയിക്കണമെന്നില്ലാണ്. സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? ജയിക്കും. തീർച്ചയായും ജയിക്കും. നമുക്കൊന്നും പറയാനില്ല. എന്നാലും ഒന്ന് പറയോ? ഇല്ലല്ല. എന്തുകൊണ്ടാ പറയാത്തെ? ഒന്നുമില്ല. അൻവർ ജയിക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? അൻവറാണ് ഇവിടെ നമ്മളെ എന്താ പറയാ. അൻവർ ജയിക്കണം. ഞാൻ അൻവറിന്റെ ആളാ. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? നല്ലൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ്. ആണ് നിഷ്പക്ഷമായിട്ട് പറയാണെന്നുണ്ടെങ്കിലുണ്ടോ, ജനങ്ങളുടെ മനസാക്ഷിയാണ്. അതിപ്പോ നമ്മളെങ്ങനെയാ പറയാ? അറിയില്ല. സൗഖ്യത്ത് ജയിക്കും. എന്തുകൊണ്ടാ? സൗഖ്യത്തിനാണ് ഇവിടെ ഇപ്പം മേജറായിട്ട്. സ്വരാജ്. എന്തുകൊണ്ടാ? സ്വരാജ് സ്വരാജിന്റെ അത്രയും കഴിവുള്ള ഒരാളാണ്. ഇപ്പൊ കേട്ടോക്കുമ്പോ ഇത് തന്നെയാണ് LDF ആണല്ലേ? കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? നല്ല കടുത്ത മത്സരം ആണ്. ഇവിടെ സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? പിന്നെ ഉറപ്പാണ്. 100% സ്വരാജ് ജയിക്കുന്നുണ്ട്. ഉറപ്പാണ്. അവിടെ ഇവിടെ ഭയങ്കരമായിട്ട് ആധിപത്യം ഉണ്ടാവും. ആധിപത്യം ഉണ്ട്. സാധ്യത UDF തന്നെയാണ്. ആണ്. എന്തുകൊണ്ടാ അങ്ങനെ UDF പറയണേ? അതാണ് നല്ലൊരു തോന്നല്. ജയിക്കാൻ നമുക്ക് പറയാൻ പറ്റൂല. വോട്ട് ചെയ്ത ജനങ്ങളല്ലേ, നമ്മളല്ലല്ലോ. സ്വരാജിനാണ് സാധ്യത. ഉറപ്പാണോ? സ്വരാജ് ജയിക്കുന്നതാണ് നമ്മുടെ അഭിപ്രായം. ഉറപ്പാണോ? ഉറപ്പാണ്. നമുക്ക് അതാണ് ആവശ്യം. ഇവിടെ ആരുടെ ഷൗക്കത്ത് ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ടാ? 100% ഉറപ്പാ. STPന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തോടി ജയിക്കുമ്പോൾ 150 വോട്ട് ഭൂരിപക്ഷം ഉണ്ടാവും. അൻവർ ജയിക്കണം. അൻവർ. എന്തുകൊണ്ട് അൻവറിന്റെ പേര് പറയണം? അൻവർ ജയിക്കണം. അറിയില്ല. നിങ്ങൾ ഇവിടുത്തെ മണ്ഡലക്കാരനാണോ? അവിടെ വോട്ടുണ്ടോ? ആർക്കാ നിങ്ങൾ വോട്ട് ചെയ്യാം? അത് ഞാൻ എന്റെ ഇഷ്ടമല്ല ആർക്കാ വോട്ട് ചെയ്യേണ്ടതുള്ളത്. ഞാൻ പറയാൻ സസ്പെൻസാണ്. അതെ. പിന്നെ ആര്യാണ് ഷൗക്കത്ത്. എന്തുകൊണ്ടാ? എന്ന് വെച്ചാൽ അവന്റെ പിന്നെ ഇവിടുത്തെ പ്രകടനം കണ്ടില്ലേ. ഇവിടെ ഇവിടുത്തുകാരനാണ്. ജയിക്കും. സ്വരാജ്. ഉറപ്പാണോ? സ്വരാജ്. ഷുവർ. 100%. ആര് ജയിക്കുന്നു ഇപ്പോഴൊന്നും പ്രവചിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ അങ്ങനെ? അതങ്ങനെ അങ്ങനത്തെ ഒരു മത്സരമാണ്. സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയണം? ഉറപ്പ്. LDF ഭരണത്തിന് പിന്തുണ ജനങ്ങൾ നൽകും. സ്വരാജ്. എന്തുകൊണ്ടാ? എന്താ വെച്ചാല് അവന്റെ നിലപാട് അത്ര അടിപൊളിയാണ്. സ്വരാജ്. ഉറപ്പാണോ? ഉറപ്പ്. ഇവിടെ ജയിക്കും എന്ന് ചോദിച്ചാല് സമാസമത്തില് പിന്നെ ഷൗക്കത്താക്കും ജയിക്കും പറയുന്നുണ്ട്, സുരാജും ജയിക്കും പറയുന്നുണ്ട്. CB അൻവർ ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അയാൾ ഈ മണ്ഡലത്തിൽ ഒരുപാട് വികസനം
ആരെങ്കിലും ഒരാൾ ജയിക്കും. അത് ആരെങ്കിലും ഒരാൾ ജയിക്കും. ആര് ജയിക്കും ഞങ്ങൾ കാഴ്ചപ്പാട്? എനിക്കറിയില്ല സത്യം പറഞ്ഞാല്. ഇവിടെ സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. 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 സ്വരാജ് ജയിക്കും. ഉറപ്പാണ്. ഉറപ്പാണ്. കുറച്ചോണ്ട് നോക്കുമ്പോ എല്ലാവരും കണക്കാം. അപ്പൊ ആര് ജയിക്കും? ജയിക്കാപ്പോ നമുക്ക് പറയാം. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അത് ആര്യാടൻ ഷൗക്കത്തിനെ ഇവിടെ എല്ലാവരും അറിയണ ഒരു വ്യക്തി. ആര് ജയിക്കുന്ന ഒക്കെ ഒപ്പത്തിനൊപ്പം നിക്കണ്ടേ. ആയിക്കോട്ടെ, ആര് ജയിക്കും? നിങ്ങളുടെ വോട്ട് ആർക്കായിരിക്കും? വോട്ടായിരിക്കാച്ചാ ബൗട്ടിക്ക. അപ്പൊ UDF പോകും. ഒപ്പത്തിനൊപ്പം നിക്കല്ലേ വോട്ട്. ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണോ? ഒപ്പത്തിനൊപ്പം നിക്കണേ. ആരാ ജയിക്കാം? തീർത്ത് പറയാനറിയില്ല. പറയാൻ പറ്റില്ല. ആര് ജയിക്കുമെന്ന് ചോദിച്ചാല് നമ്മളിപ്പോ കണ്ടറിയണം. ആണ്. സ്വരാജ്. ഉറപ്പാണ്. ഉറപ്പാണ്. അതിൽ സംശയം ഒന്നുമില്ല. ഇല്ല. സ്വരാജ് ജയിക്കും തന്നെയാണ്. സ്വരാജ് ജയിക്കും തന്നെയാണ്. ജയിക്കും. തീർച്ചയായിട്ടും. ഓക്കെ. അത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ഓക്കെ. ഇവിടെ സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണ്. ആര്യാടൻ ഷൗക്കത്ത് അല്ലാണ്ട് ഉറപ്പാണോ? ഉറപ്പാണ്. കോൺഗ്രസിന്റെ ആള് ജയിക്കും. ആര്യാടൻ ഷൗക്കത്ത്. അതല്ലേ ഇവിടെ സ്വരാജ് ജയിക്കും. സ്വരാജ് ഉറപ്പാണ്. എന്തുകൊണ്ട് ഉറപ്പാണ്? ആ സംശയമില്ല. ഇവിടെ എന്താ സംശയം? PV അൻവർ ചെറിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന യാതൊരു സംശയമില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ. നമ്മളെ അഭിപ്രായം സ്വരാജ് ജയിക്കും. സ്വരാജ് ഉറപ്പാണോ? സ്വരാജ്. സ്വരാജ് ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണ്. ആരാ ജയിക്കാം? അതെ സ്വരാജ്. സ്വരാജ്. സ്വരാജ് എന്നുള്ളതാണ്. ഷൗക്കത്ത് ജയിക്കും. ഷൗക്കത്ത്. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാന്ന് വെച്ചാ അങ്ങനെയാ. സ്വരാജിന്റെ സ്വരാജാണ് ഇവിടെ മുന്നിട്ട്. അപ്പൊ സ്വരാജ് ജയിക്കും എന്ന് പറയണ്ടോ? ഇവിടെ UDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥി ജയിക്കും. ഉറപ്പാണോ? ഷൗക്കത്ത്. ഓക്കെ. ഒന്നാം സ്ഥാനത്ത് PV അൻപത് അൻവർ ഒന്നാം സ്ഥാനം. ഉറപ്പാണോ? ആരെങ്കിലും ജയിച്ചോട്ടെ. ആരെങ്കിലും ജയിച്ചോട്ടെ. ആര് ജയിച്ചാലും കുഴപ്പമില്ല. സ്വരാജ് ആണ്. ഉറപ്പാണ്. ആര് ജയിച്ചാലും ഒരു പ്രശ്നമില്ല. അല്ല, ആരാണ് നിങ്ങളെ കാഴ്ചപ്പാട്? നമ്മുടെ കാഴ്ചപ്പാടിൽ ആരാണെങ്കിലും പ്രശ്നമില്ല. ആണ്. സ്വരാജ്. സ്വരാജ് ഉറപ്പാണോ? ഉറപ്പാണ്. 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 സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കുന്നുണ്ടോ? പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റൂല. എന്തുകൊണ്ടാ അങ്ങനെയാണോ അവസ്ഥ? ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ആരാണ്? എന്തുകൊണ്ടാ? നല്ല സ്ഥാനാർത്ഥിയാണ്. ആണ്. ഒന്നും പറയാൻ പറ്റൂല. ആരാന്നുണ്ട് നമുക്കറിയില്ല. എന്താ അങ്ങനെ? അങ്ങനെയാണ്. ആരാ ജയിക്കാം? കോൺഗ്രസ് അനുഭവം. പക്ഷെ അൻവർ ജയിക്കും. ആര്? സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പ്. 100% ഉറപ്പ് ആണ്. ഉറപ്പ്. അത് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ പറയാൻ പറ്റാതെ? ജനങ്ങളല്ല തീരുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഇവിടെ സ്വരാജ് ഉണ്ട്. ഉറപ്പാണോ? സ്വരാജ് ഉറപ്പ്. പിന്നെ നിലപാട് രാജകുമാരല്ലേ ജയിക്കും. ആര്യാടൻ ഷൗക്കത്ത്. ആരുടെ ഷൗക്കത്തോ? എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അങ്ങനെ എന്താ വെച്ചാല് ഭൂരിഭാഗം ആൾക്കാരും ഇപ്പൊ മാറി ചിന്തിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാ. ആര് നമുക്ക് ഒരു പ്രയാസമല്ല. എന്നാലും ആര് ജയിക്കും? അങ്ങനത്തെ നമ്മളെ വോട്ട് ആർക്കാണ്? നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. നമുക്ക് 10 ആൾക്കാരില്ലേ, ആർക്കൊരാൾ കൊടുക്കും? ഒരാൾ കൊടുക്കും. ഇവിടെ സ്വരാജ് ഉറപ്പാണോ? ഉറപ്പാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? എന്തുകൊണ്ടാ ഓൻ നല്ല നിലപാടിന്റെ ഒരാളാണ്. ആണ്. ഷൗക്കത്ത് ജയിക്കും തോന്നുന്നു. ഷൗക്കത്ത്. എന്തുകൊണ്ടാ ഷൗക്കത്തിന്റെ പേര് പറയണേ? എന്തുകൊണ്ടാ പറയണേ ഷൗക്കത്തിന്റെ പേര്? അല്ല, തരംഗ അങ്ങനെ വന്നിങ്ങനെ. ആര് ജയിക്കുന്നില്ല എന്റെ ചോദ്യം. ഒന്നും പറയാൻ പറ്റൂല. എന്താ? നല്ല ത്രികോണം മത്സരം. ഒന്നും പറയാൻ പറ്റില്ല. അല്ല, ആരാ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? കാഴ്ചപ്പാടിൽ ഷൗക്കത്ത് ജയിക്കും. ഷൗക്കത്തോ? എന്തുകൊണ്ടാ? ആര് ജയിക്കുന്നത് എന്താന്ന് നമുക്ക് പറയാൻ പറ്റൂല. പറയാൻ പറ്റില്ല. അത് ഭയങ്കര കട്ടക്കള പോലെ ആണ്. ഷൗക്കത്ത്. എന്തുകൊണ്ടാ? അതുകൊണ്ട് അങ്ങനെയാണ് അതന്നെ ഷൗക്കത്തിനെ ജയിക്കാം. ഷൗക്കത്ത് ജയിക്കാം. ഉറപ്പാണോ? എന്താ കുറച്ച് ജയിച്ചു കിടക്കല്ലേ. പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ആയിട്ടില്ല. പറയാനായിട്ടില്ല. ഷൗക്കത്ത് ജയിക്കും. ഷൗക്കത്ത്. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? അങ്ങനെയാണ് ട്രെൻഡ് കാണുന്നത്. ട്രെൻഡ്. ഷൗക്കത്ത്. ഷൗക്കത്ത്. എന്തുകൊണ്ടാ? ഷൗക്കത്തിന് നമുക്കൊരു പ്രതീക്ഷ ഷൗക്കത്ത്. ഉറപ്പാണോ? ഉറപ്പാണ്. സ്വരാജ് ജയിക്കും. ഉറപ്പാണോ? എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? ഞങ്ങളുടെ ഇവിടെ വികസനം ചെയ്തിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയല്ലേ. അപ്പൊ സ്വരാജ് ജയിക്കും. സ്വരാജ് തീർച്ചയായിട്ടും. ഇവിടെ ആര് ജയിക്കുന്ന പറയാൻ ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ടാ? ഈക്വൽ മത്സരമാണ്, തുല്യ മത്സരമാണ്. അങ്ങനെ തന്നെ ഈക്വൽ മത്സരമാണ്. ഇവിടെ ആര് ജയിക്കുന്നുള്ളത് പ്രത്യേകിച്ച് പറയാനൊന്നും ഇപ്പൊ പറ്റൂല. കൂടുതൽ വോട്ടിട്ട് കൂടുതൽ വോട്ടിട്ട് ജയിക്കും. എനിക്കറിയാം ആര് ജയിക്കും. ഞങ്ങളോട് അഭിപ്രായങ്ങളൊന്നുമില്ല. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്താ അങ്ങനെ പറയാൻ പറ്റാത്തെ? അങ്ങനെ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. എല്ലാവരും തുല്യ ശക്തികളായിട്ട് പോകണം. അതുകൊണ്ടാണ് പീപ്പിൾ വോയിസ് കേരള പല സർവേകളും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയേറെ അഭിപ്രായം പറയാൻ മാറി നിൽക്കുന്നത് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമാണെന്ന് ഞാൻ എടുത്തു പറയും. കാര്യം അവരുടെ അഭിപ്രായമായിരിക്കും ആര് ജയിക്കും എന്ന് തീരുമാനിക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.